നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം. ജില്ലാ ആഘോഷത്തിൽ മന്ത്രി പി പ്രസാദ് ദേശീയ പതാക ഉയർത്തി. ആസാദി കാ അമൃത് മഹോത്സവം. സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും റാലി ഉൾപ്പെടെയുള്ള വിപുലമായ പരിപാടികൾ. സ്വാതന്ത്ര്യദിനം വ്യത്യസ്ത ആഘോഷങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികൾ. കായംകുളത്ത് KSRTC ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ ആക്രമിച്ച സംഭവം. 4 പേർ പിടിയിൽ. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സ്ഥാപനങ്ങളും സ്കൂളുകളും വിവിധ പരിപാടികൾ നടത്തി. ജില്ലാതല ആഘോഷ ചടങ്ങിൽ ജില്ലയുടെ ചുമതലയുള്ള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. ജനാധിപത്യത്തിന്റെ കാവൽ ഭടന്മാരാകാൻ ഓരോ പൗരനും പ്രതിജ്ഞയെടുക്കണമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. പ്രിയ ഭാരതം ഭാരതം പ്രിയ ഭാരതം പ്രിയ ഭാരതം പ്രിയ ഭാരതം ഭാസുരമായൊരു ഭാവി ഉണർത്തും ഭാരതം ഭാസുരമായൊരു ഭാവി ഉണർത്തും ഭാരതം ഭാരതം. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സ്ഥാപനങ്ങളും സ്കൂളുകളും വിവിധ പരിപാടികളോടെയാണ് 76ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. പരേഡ് കമാൻഡർ സീനിയർ അണ്ടർ ഓഫീസർ മിഥുൻ എം നായർ നയിക്കുന്ന പി വിനോദ് കുമാറി, പരേഡ് സെക്കൻഡ് കമാൻഡർ ഡിസ്ട്രിക്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് സബ് ഇൻസ്പെക്ടർ ആലപ്പുഴ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന പോലീസിന്റെ 2ാമത്തെ പ്ലട്ടൂൺ നയിക്കുന്നത് സബ് ഇൻസ്പെക്ടർ ശ്രീ. ആലപ്പുഴ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് അടങ്ങുന്ന 3ാമത്തെ പോലീസ് പ്ലട്ടൂൺ നയിക്കുന്നു മുഖ്യാതിഥി അഭിവാദ്യം അർപ്പിച്ചപ്പോൾ കടന്നു പോകുന്നത് ജില്ലയിലെ വിവിധ എക്സൈസ് സ്റ്റേഷനുകളിലെ എക്സൈസ് സീനിയർ അണ്ടർ ഓഫീസർ അപർണ അജയകുമാർ നയിക്കുന്ന SD കോളേജ് ആലപ്പുഴയിലെ NCC സീനിയർ ഗേൾസ് പ്ലട്ടൂണാണ് ഇപ്പോൾ ഡയസിന് മുന്നോടി മുഖ്യാതിഥിക്ക് ആലപ്പുഴ സെന്റ് ജോസഫ് കോളേജിലെ സീനിയർ അണ്ടർ ഓഫീസർ ഐശ്വര്യ രമേശ് നയിക്കുന്ന NCC സീനിയർ ഗേൾസ് പ്ലട്ടൂണാണ് ഇപ്പോൾ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നുപോയി. ആലപ്പുഴയിലെ സർജൻ സിനോജ് നയിക്കുന്ന സ്കൗട്ട് പ്ലട്ടൂണാണ് ഇപ്പോൾ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സെന്റ് ജോസഫ് HS ആലപ്പുഴയിലെ മിസ്രിയ നഹാസ് നയിക്കുന്ന റെഡ് ക്രോസ് പ്ലട്ടൂണാണ് ഇപ്പോൾ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് ഡയസിന് മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
രാവിലെ 9 മണിക്ക് ആലപ്പുഴ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ജില്ലാതല ആഘോഷ ചടങ്ങ് നടന്നു. ജില്ലയുടെ ചുമതലയുള്ള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. ഒരു ജനത കൈ മെയ് മറന്ന് ഇറങ്ങിയത്, അവരാണ് നാടിന്റെ സ്വാതന്ത്ര്യം നമുക്കായി നേടിത്തരുന്നതിൽ മുഖ്യമായ പങ്കുവഹിച്ചത്. ഒരുപാട് പേരുടെ പേരുകൾ നമുക്ക് അക്കൂട്ടത്തിൽ ചേർത്തു പറയാനുണ്ട്. മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും മൗലാന അബ്ദുൽ കലാം ആസാദും എല്ലാം അടങ്ങുന്ന ഒരു നിര. ഭഗത് സിംഗും സുഖദേവും രാജ്ഗുരുവും അഷ്ഫാഖുള്ളയും ബിസ്മി പ്രസാദും ചന്ദ്രശേഖർ ആസാദും എല്ലാം അടങ്ങുന്ന മറ്റൊരു നിര. ചോരയൊട്ടും ചൊരിയാതെയും ചോര ചൊരിഞ്ഞും നടത്തിയ പോരാട്ടങ്ങൾ. ആ പോരാട്ടങ്ങളിൽ നമ്മുടെ കേരളം മാറി നിന്നിരുന്നില്ല. എണ്ണമറ്റ പോരാട്ടങ്ങൾ നമ്മുടെ ഈ നാടിന്റെ മണ്ണിലും നടന്നതല്ലേ. എത്രയെത്ര സമരരൂപങ്ങൾ. ഈ നാട്ടിലെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആ പോരാട്ടത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. ഞാൻ എല്ലാവരുടെയും പേരുകൾ പറഞ്ഞു പോകാൻ ഒരുമ്പെടുകയല്ല. നവോത്ഥാനത്തിന്റെ മണ്ണ്, നവോത്ഥാനത്തിന്റെ പ്രസ്ഥാനങ്ങൾ ഉഴുതു മറിച്ചിട്ട ഇവിടെ അതിന്റെ മുന്നോട്ടേക്കുള്ള പോക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഈ കാലഘട്ടങ്ങളിൽ ഈ കൊച്ചു കേരളവും കണ്ടതാണ്. ഈ പോരാട്ടങ്ങളിലൂടെയാണ് നമ്മുടെ നാട് ഉയർന്നു പൊന്തി വന്നത്. എണ്ണം പറഞ്ഞ പോരാട്ട ഭൂമികൾ, എണ്ണം പറഞ്ഞ രക്തസാക്ഷികൾ, എണ്ണം പറഞ്ഞ സമരനായകന്മാർ. അവർ നേടിത്തന്ന സ്വാതന്ത്ര്യം എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്നുള്ളൊരു പ്രതിജ്ഞ ഓരോ ഭാരതീയനും ഓരോ ദിവസവും കൈക്കൊള്ളേണ്ടതാണ്. നാം ഒരു ആഘോഷ പ്രകടനം നടത്തുമ്പോൾ, സ്വാതന്ത്ര്യദിനത്തിന്റെ ആഘോഷം നടത്തുമ്പോൾ ഉള്ളിൽ അലകടൽ പോലെ ഉയർന്നു പൊന്തേണ്ടുന്നത് അത്തരമൊരു പ്രതിജ്ഞയാണ്. എല്ലാത്തരം പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ടു പോകാൻ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും സോഷ്യലിസത്തെയും മാനവികതയെയും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാടിന്റെ സ്വാതന്ത്ര്യം കാത്തു സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്നുള്ള പ്രതിജ്ഞ. എല്ലാത്തിനും ഉപരിയായി നാടിനെയും ജനതയെയും കാണും എന്നുള്ള പ്രതിജ്ഞ. ആ പ്രതിജ്ഞ പുതുക്കലിനും ഓരോ നിമിഷങ്ങളിലും രക്തചംക്രമണം പോലെ ഓരോ സിരകളിലൂടെയും ദേശത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉയർന്നു പൊന്തി വരട്ടെ. ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ കേവലമായൊരു ഭൂപ്രദേശത്തോടുള്ള സ്നേഹം മാത്രമല്ല. ദേശസ്നേഹം ഒരു നാടിന്റെയും ജനതയോടുള്ള സ്നേഹവും ഇഷ്ടവുമെല്ലാമാണ്. നമ്മുടെ ഉള്ളിൽ തിരയിളക്കം പോലെ അത് ഉയർന്നു പൊന്തി നിൽക്കുമ്പോൾ നമുക്ക് ഈ മഹത്തായ സ്വാതന്ത്ര്യദിനത്തെ ഏറെ ആവേശത്തോടെ ആഹ്ലാദത്തോടെ വരവേൽക്കാം. എന്റെയും നിങ്ങളുടെയും എല്ലാം ഉള്ളിൽ ഇപ്പോൾ ഉടലെടുക്കുന്ന വികാരം ആ ദേശസ്നേഹത്തിന്റെ വികാരമാണ്. ജനതയോടുള്ള ഉന്നതമായ ചിന്തയാണ്. ജനതയോടും നാടിനോടും പ്രകൃതിയോടുമുള്ള സ്നേഹമാണ്. മനുഷ്യനും പ്രകൃതിയും കേന്ദ്രബിന്ദുവാകുന്ന വികസനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന എല്ലാ സേനാംഗങ്ങളെയും കൊച്ചു കുഞ്ഞുങ്ങളടക്കം ഉറച്ച കാൽവയ്പ്പുകളോടെ ഇവിടെ നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ എല്ലാം ഉള്ളിലുണ്ടായത് പ്രത്യേകമായ വികാരമായിരുന്നു. രാജ്യസ്നേഹത്തിന്റെ അതിരുകളില്ലാത്ത രാജ്യസ്നേഹത്തിന്റെ ഇടങ്ങളിലേക്ക് ആ കുരുന്നുകൾ ആനയിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഭാവി ഭാരതം പ്രതീക്ഷയുടേത് ആണ് എന്ന് നമ്മുടെ യൗവനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ യൗവനങ്ങളിൽ നമുക്ക് എല്ലാ പ്രതീക്ഷകളും അർപ്പിക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ഈ നാടിനും ജനതയ്ക്കും വേണ്ടി ബലിയർപ്പിച്ച പോരാട്ടത്തിന്റെ പാതകളിലേക്കിറങ്ങിയ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് തലകുമ്പിട്ട് നമസ്കരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. പോലീസ്, എക്സൈസ്, NCC, സ്റ്റുഡന്റ് പോലീസ്, സ്കൗട്ട്, ഗൈഡ്സ്, റെഡ് ക്രോസ്, കബ്സ്, സ്കൂൾ ബാൻഡ് എന്നിവയുടേതുൾപ്പെടെ 18 കണ്ടിജന്റുകൾ പരേഡിൽ അണിനിരന്നു. ജനാധിപത്യത്തിന്റെ കാവൽഭാടന്മാരാകാൻ ഓരോ പൗരനും പ്രതിജ്ഞയെടുക്കണമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറിയ രാജ്യമാണ് നമ്മുടേത്. സ്വാതന്ത്ര്യാനന്തരം രാജ്യം കൈവരിച്ച നേട്ടങ്ങളെല്ലാം ഓരോ പൗരനും അഭിമാനത്തിന് വക നൽകുന്നതാണ്. ഐതിഹാസികമായ ഈ പ്രയാണത്തിന് മുന്നിൽ ഇപ്പോഴും പ്രതിസന്ധികൾ ഉയരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇവയെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിന് ജനാധിപത്യവും മതനിരപേക്ഷതയും മാനവികതയും ഉയർത്തിപ്പിടിച്ച് സ്വാതന്ത്ര്യം കാത്ത് സംരക്ഷിക്കണമെന്ന് പ്രതിജ്ഞ ചെയ്യാൻ നമുക്ക് കഴിയണമെന്നും പി പ്രസാദ് പറഞ്ഞു. പരേഡ് പരിശോധിച്ച മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. ചേർത്തല പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിനോദ് കുമാർ പരേഡ് കമാൻഡർ ആയിരുന്നു. പോലീസ്, എക്സൈസ്, NCC, സ്റ്റുഡൻസ് പോലീസ്, സ്കൗട്ട്, ഗൈഡ്, റെഡ് ക്രോസ്, കബ്സ്, ബുൾബുൾ, സ്കൂൾ ബാൻഡ് എന്നിവയുടേതുൾപ്പെടെ 20 പ്ലാറ്റൂണുകൾ പരേഡിൽ പങ്കെടുത്തു. പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്കും എല്ലാ പ്ലാറ്റൂണുകളും നയിച്ചവർക്കും മന്ത്രി ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ആലപ്പുഴ ജ്യോതി നികേതൻ സ്കൂളിലെ സാവ്യ ബെന്നും സംഘവും ദേശഭക്തി ഗാനം അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് AM ആരിഫ് MB, MLA മാരായ H സലാം, PP ചിത്തരഞ്ജൻ, നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ രാജ്, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, ജില്ലാ പോലീസ് മേധാവി G ജയദേവ്, മുൻ MLA AA ഷുക്കൂർ, നഗരസഭാ കൗൺസിലർമാരായ റിഗോ രാജു, MR പ്രേം, ഇല്ലിക്കൽ കുഞ്ഞുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്
കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ 76ാമത് സ്വാതന്ത്ര്യദിനാഘോഷവും വിപുലമായ ഘോഷയാത്രയും നടന്നു. കായംകുളം ഗേൾസ് ഹൈസ്കൂൾ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പതാക ഉയർത്തിയ ചടങ്ങിൽ പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, RTO ഓഫീസ് ജീവനക്കാർ, NCC സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയവർ പങ്കെടുത്തു. 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെ അനുമോദിച്ചു ആദരിക്കലും നടത്തി. കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷവും ഘോഷയാത്രയും നടന്നു. കായംകുളം ഗേൾസ് ഹൈസ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പതാക ഉയർത്തിയ ചടങ്ങിൽ പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, RTO ഓഫീസ്, NCC സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ എന്നിവർ പങ്കെടുത്തു. സമാനതകളില്ലാത്ത ആഘാതത്തിന്റെ രാത്രിയായിരുന്നു അത്. ദീർഘകാലം ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു നമ്മുടെ നാട്. ഭാരതം കാത്തിരുന്ന ഒന്നായിരുന്നു 1947 ഓഗസ്റ്റ് 15. ഓരോ സ്വാതന്ത്ര്യ ദിനവും നമ്മൾ ഇന്ത്യക്കാർ നെഞ്ചേറ്റുമ്പോൾ രാജ്യത്തിന്റെ ഭദ്രതയ്ക്കും ഐശ്വര്യങ്ങൾക്കും കാരണം രാഷ്ട്രത്തിന്റെ ജീവസ്പന്ദമായ സ്വാതന്ത്ര്യം തന്നെയാണ്. സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ സ്വാതന്ത്ര്യ സമര ചരിത്രം ചെറുവാക്കുകൾ എങ്കിലും നാം അറിയണം. ഇവിടെ കച്ചവട ആവശ്യത്തിനാണ് ബ്രിട്ടീഷുകാർ വന്നത്. അന്ന് ഇവിടെ ഭരിച്ചത് ചെറു നാട്ടുരാജാക്കന്മാരായിരുന്നു. അവരെ തമ്മിലടിപ്പിച്ചും ഭിന്നിപ്പിച്ചും ബ്രിട്ടീഷുകാർ ഓരോ നാട്ടുരാജ്യങ്ങൾ കൈവശമാക്കി. രാജ്യത്തിന്റെ സമ്പത്ത് അവരുടെ കൈവശം എത്തിച്ചേർന്നു. ബ്രിട്ടീഷുകാരുടെ സ്വാധീനം ഉറപ്പിച്ചു. വൻ ശക്തിയായി മാറി. ഇതിനെതിരായി സ്വാതന്ത്ര്യബോധം ജനങ്ങളിൽ ഉണർന്നു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം 1857 തുടർന്ന് നടന്ന വിപുലമായ ഘോഷയാത്രയിൽ നഗരസഭാ ജീവനക്കാർ, കായംകുളത്തെ വിവിധ സ്കൂളുകൾ, ബാൻഡ് മേളങ്ങൾ, സ്കൂളുകളിലെ പ്ലോട്ടുകൾ, NCC സ്കൗട്ട്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ, കുടുംബശ്രീ, ഹരിതകർമ്മ സേനാ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.
സ്വാതന്ത്ര്യദിന ആഘോഷ യോഗത്തിൽ സ്വാതന്ത്ര്യ സമരസേനാനിയായ കെ എ ബേക്കർ, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ മുൻകാല നഗരസഭാ അധ്യക്ഷൻ കെ നാരായണൻ എന്നിവരെ ആദരിച്ചു. നഗരസഭാ അതിർത്തിയിൽ SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെ അനുമോദിച്ചു. ഘോഷയാത്രയിൽ പങ്കെടുത്ത എല്ലാ സ്കൂളുകൾക്കും സമ്മാനങ്ങൾ നൽകി. കായംകുളം ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ യോഗം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കേശുനാഥ്, ഫസാന, സുൽഫിക്കർ, ഷാമില അനിമോൻ, കൗൺസിലർമാർ, മുൻ ചെയർമാനായ MR രാജശേഖരൻ, മുൻ കൗൺസിലർമാർ, വ്യാപാരികളായ സിനിൽ സബാദ്, സെൽവകുമാർ, സമീർ, SK നസീർ, ഹുസൈൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. നഗരസഭാ സെക്രട്ടറി ഗിരിജാകുമാരി കൃതജ്ഞത പറഞ്ഞു. CDN ന്യൂസ്, കായംകുളം. സ്വാതന്ത്ര്യദിനം കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമുചിതമായി ആഘോഷിച്ചു. കായംകുളം കോടതിയിൽ നടന്ന ചടങ്ങിൽ മുൻസിഫ് A ഷാനവാസ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S രമണൻപിള്ള അധ്യക്ഷത വഹിച്ചു. രാജ്യത്തിന്റെ 76ാം സ്വാതന്ത്ര്യദിനം കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിച്ചു. കായംകുളം കോടതിയിൽ നടന്ന ചടങ്ങ് മുൻസിഫ് A ഷാനവാസ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്തു. ഞാനൊക്കെ ഇവിടെ ചാർജ് എടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശുഷ്കമായ ആൾക്കാരായിരുന്നു. എല്ലാം പരിചിതമായ മുഖങ്ങൾ ഇവിടെ എന്നും ഉണ്ട്. എങ്കിൽ കൂടിയും നമുക്ക് ഇത്രയും വളരെ സന്തോഷകരമായി ഇത്രയും ജനാവലിയോടുകൂടി ആഘോഷിക്കാനുള്ള ഒരു ആദ്യ അവസരമാണ് കൈവന്നിരിക്കുന്നത്. ഏതായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ സുദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ ഈ ബാറിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു കാര്യം, നമ്മുടെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം അടുത്ത് വരികയാണ്. അടുത്ത ജനുവരി 26 മുമ്പ് തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ ആഗ്രഹവും ഈ ബാറിൻ്റെയും ആഗ്രഹം അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഏതായാലും നമ്മുടെ ബാറിൻ്റെ ഒത്തൊരുമ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കോടതികൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയും എന്നുള്ളത് വളരെ കാലം മുമ്പ് തന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അസോസിയേഷനുകൾ മാറി വരുന്ന അസോസിയേഷനുകളെല്ലാം തന്നെ അതിനുവേണ്ടി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് വളരെ സന്തോഷകരമാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്കും വിശിഷ്യ നമ്മുടെ അഭിഭാഷകർക്കും ഗുമസ്തന്മാർക്കും എല്ലാം അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നടന്നു പോകും എന്നുള്ളത് കൊണ്ട് ഈ കൂടുതൽ കോടതികൾ വരേണ്ടത് നമ്മുടെ ഈ നാടിൻ്റെയും കൂടെ ഒരു ആവശ്യമാണ്. കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല സന്തോഷമായ സമൃദ്ധമായ ഒരു സ്വാതന്ത്ര്യം ആശംസിച്ചുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഇത്തരണത്തിൽ അനുസ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S രമണൻപിള്ള അധ്യക്ഷത വഹിച്ചു. ബാർ അസോസിയേഷൻ സെക്രട്ടറി സജീവ് തവക്കൽ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് ഉണ്ണി ജെ വാര്യത്ത് നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ കായംകുളം ബാർ അസോസിയേഷന്റെ മുതിർന്ന അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അഭിഭാഷകർ, ക്ലാർക്ക് പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. CDN ന്യൂസ്, കായംകുളം. സ്വാതന്ത്ര്യ സമര സേനാനി കായംകുളം ചേരാവള്ളി സൗഹൃദം വീട്ടിൽ കെ എ ബേക്കറിനെ ഗാന്ധിഭവൻ സെക്രട്ടറിയും സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പറുമായ ഡോക്ടർ പുനലൂർ സോമരാജൻ വീട്ടിലെത്തി ആദരിച്ചു. 101 വയസ്സിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓർമ്മകൾ അയവിറക്കുന്ന ബേക്കർ ചരിത്രങ്ങൾ പഠിക്കുന്നവർക്ക് പഠിക്കുവാനുള്ള ഒരു പാഠശാലയാണെന്ന് സോമരാജൻ പറഞ്ഞു. സ്വാതന്ത്ര്യ സമര സേനാനിയായ കായംകുളം ചേരാവള്ളി സൗഹൃദം വീട്ടിൽ കെ എ ബേക്കറിനെ പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറിയും സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പറുമായ ഡോക്ടർ പുനലൂർ സോമരാജൻ വീട്ടിലെത്തി ആദരിച്ചു. 101 വയസ്സിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓർമ്മകൾ അയവിറക്കുന്ന ബേക്കർ
ചരിത്രങ്ങൾ പഠിക്കുന്നവർക്ക് പഠിക്കുവാനുള്ള ഒരു പാഠശാലയാണെന്ന് സോമരാജൻ പറഞ്ഞു. നിരവധി സമര പോരാട്ടങ്ങളിലൂടെ കടന്നുവന്ന ബേക്കറിനെ ആദരിക്കാൻ കഴിഞ്ഞത് തനിക്ക് ലഭിച്ച വലിയ അനുഗ്രഹമായി കാണുന്നുവെന്നും പുനലൂർ സോമരാജൻ പറഞ്ഞു. പത്തനാപുരം ഗാന്ധിഭവനിൽ 1300-ലധികം വരുന്ന കുടുംബാംഗങ്ങളുടെ ആദരവാണ് സമ്മാനിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഗോപിനാഥ് മഠത്തിൽ, ഗാന്ധിഭവൻ സ്നേഹവീട് ഡയറക്ടർ മുഹമ്മദ് ഷമീർ, ഗാന്ധിഭവൻ പ്രവർത്തകൻ അനു എന്നിവരും പി സോമരാജനൊപ്പമുണ്ടായിരുന്നു. CD നെറ്റ് ന്യൂസ്, കായംകുളം. സ്വാതന്ത്ര്യ ദിനാഘോഷം പുതുപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ വിപുലമായി ആഘോഷിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് രേണുക പതാക ഉയർത്തി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് രേണുക ദേശീയ പതാക ഉയർത്തി. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചിത്രലേഖ, 3-ാം വാർഡംഗം രാധാകൃഷ്ണൻ, SMC ചെയർമാൻ ജയകുമാർ, അധ്യാപകർ, വിവിധ കുടുംബശ്രീ പ്രവർത്തകർ, SMC അംഗങ്ങൾ, രക്ഷകർത്താക്കൾ എന്നിവർ പങ്കെടുത്തു. സ്കൂളിൽ നിന്ന് ആഞ്ഞിലിമൂട് ജംഗ്ഷൻ വരെ വർണ്ണാഭമായ ഘോഷയാത്രയും നടത്തി. ആഞ്ഞിലിമൂട്ടിൽ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ഇതിനുശേഷം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പുതുപ്പള്ളി രാഘവൻ സ്മൃതി മണ്ഡപത്തിൽ നടത്തിയ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം. കൃഷ്ണപുരം ഗവൺമെന്റ് UPSൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഇതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി. കൃഷ്ണപുരം ഗവൺമെന്റ് UP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം കായംകുളം നഗരസഭ വൈസ് ചെയർമാനും SDC ചെയർമാനുമായ J. ആദർശ് നിർവഹിച്ചു. SMC ചെയർമാൻ R. ഹേമന്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് അനിത R. സ്വാഗതം പറഞ്ഞു. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില ഹനുമോൻ മുഖ്യപ്രഭാഷണം നടത്തി. കായംകുളം സബ് ഇൻസ്പെക്ടർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഇന്ത്യയിലെ എല്ലാ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും, വിശേഷിച്ച കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും എല്ലാ ഓഫീസുകളിലും എവിടേക്ക് ഇന്ത്യക്കാർ വസിക്കുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ സ്വാതന്ത്ര്യ ദിനാഘോഷം കൊണ്ടാടുകയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ മഹാരാജ്യത്ത് കടന്നു വന്നതോടുകൂടി തന്നെ ഈ രാജ്യത്തെ ജനങ്ങളെ അടിമകളെ പോലെ കണ്ട് ഈ രാജ്യത്തെ ചൂഷണം ചെയ്തുകൊണ്ടും കൂടാതെ തന്നെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ നിർജീവാവസ്ഥയിലാക്കിയ ഒരവസ്ഥയിൽ നിന്നും നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിലെ സ്വാതന്ത്ര്യ സേനാനികളുടെ അശ്ലീലമായ പരിശ്രമം കൊണ്ടും അവരുടെ കഠിനാധ്വാനം കൊണ്ടും നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് സ്വാതന്ത്ര്യം നമ്മൾക്ക് കിട്ടുകയും ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഭാഗമെന്ന നിലയിലാണ് നമ്മളുടെ മുഖത്ത് ഈ കാണുന്ന പുഞ്ചിരിയും നമുക്കൊക്കെ ഇങ്ങനെ വിശാലമായിരുന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹനീയ വ്യക്തിത്വങ്ങളെ ആദരിച്ചു. AEO ആണ് ആദരവ് നിർവഹിച്ചത്. ഷാനി കുരുമ്പോലിൽ, CS ഭാഷ, ബിനു അശോകൻ, ശ്രീലത ശശി, രാജീവ് പ്രേംകുമാർ, ആശാരാജ്, KK അനിൽകുമാർ, ഓമന അനിൽ, AK സജു, K ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സായി നന്ദ കൃതജ്ഞത പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കൃഷ്ണപുരം. കായംകുളം എരുവ മാവിലേത്ത് LPSൽ സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം നടത്തി. വാർഡ് കൗൺസിലർ ഷാമില സിയാദ് ഉദ്ഘാടനം നിർവഹിച്ചു. പൊങ്ങുക പൊങ്ങുക പൊൻകൊടിയേ, പൊങ്ങുക പൂർണ്ണ ജയ കൊടിയേ, സ്വാതന്ത്ര്യോദയ മാരുതനിൽ ശ്രീതിരളും പടിപാറുക നീ.
കായംകുളം എരുവ വെസ്റ്റ് മാവിലേത്ത് ഗവൺമെന്റ് LP സ്കൂളിൽ സ്വാതന്ത്ര്യത്തിന്റെ വാർഷിക ആഘോഷം അമൃത മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. കായംകുളം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന റാലി വാർഡ് കൗൺസിലർ ഷാമില സിയാദ് ഉദ്ഘാടനം ചെയ്തു. റാലി എരുവ ക്ഷേത്ര പരിസരത്തെത്തി ദേശഭക്തി ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയ ശേഷം സ്കൂളിൽ തിരികെയെത്തി. സ്വാതന്ത്ര്യം പുലരികണ്ട നായനാരേത്ത് മുഹമ്മദ് കുഞ്ഞിനെ ആദരിച്ചു. സ്വാതന്ത്ര്യദിന സന്ദേശവും അദ്ദേഹം നൽകി. സ്കൂൾ ഹെഡ് മിസ്റ്റർ ശ്രീലേഖ ആർ, SMC ചെയർമാൻ നാദിർ ഷാ, SMC വൈസ് ചെയർമാൻ മുഹമ്മദ് ജിഫ്രി, MPTA പ്രസിഡന്റ് ഷെമിമോൾ, SMC അംഗം കാസിം പള്ളത്ത് എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഗാന്ധിഭവൻ സന്ദർശനത്തോടുകൂടിയാണ് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ സമാപിച്ചത്. CD നെറ്റ് ന്യൂസ് കായംകുളം. കായംകുളം നടക്കാവ് LPSൽ സ്വാതന്ത്ര്യ വാർഷികം വിപുലമായി ആചരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് PR ഗീത പതാക ഉയർത്തി. വർണ്ണാഭമായ സ്വാതന്ത്ര്യദിന റാലി നടത്തി. കായംകുളം നടക്കാവ് LPSൽ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് PR ഗീത പതാക ഉയർത്തി. തുടർന്ന് വർണ്ണാഭമായ സ്വാതന്ത്ര്യദിന റാലി സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷത്തിൽ വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന യോഗത്തിൽ മുതിർന്ന സ്വാതന്ത്ര്യ സമര സേനാനി KA ബേക്കറിനെ ആദരിച്ചു. വാർഡ് കൗൺസിലർ അൻസാരി കോയിക്കലേത്ത് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂട്ടത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. നമ്മുടെ കായംകുളത്തുകാരാണെന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. നമ്മുടെ പെരിങ്ങാല സ്വദേശിയാണെന്നുള്ളതിൽ അതിലേറെ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ സ്കൂളുമായിട്ട് വളരെയധികം ബന്ധമുള്ള അദ്ദേഹത്തിന്റെ മക്കൾ എല്ലാവരും തന്നെ ഇവിടെ പഠിച്ചവരാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ PTA പ്രസിഡന്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് കുറച്ച് പങ്കുവെക്കും. കുട്ടികളുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു മഹാനെ നമുക്ക് ഇന്നത്തെ വിശിഷ്ട അതിഥിയായിട്ടും ആദരവ് ഏറ്റുവാങ്ങുന്നതിനുമായിട്ട് നമുക്ക് കിട്ടിയത്. PTA പ്രസിഡന്റ് ജോജി മോൻ അധ്യക്ഷത വഹിച്ചു. ഗോപി കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. D ഓമനക്കുട്ടൻ, ലേഖ P നായർ, രഞ്ജിത, ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. CD നെറ്റ് ന്യൂസ് കായംകുളം. മാവേലിക്കര വിദ്യാഭ്യാസ ഉപജില്ല സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം കണ്ണമംഗലം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. ചെട്ടിക്കുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സുധാകരക്കുറുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. മാവേലിക്കര വിദ്യാഭ്യാസ ഉപജില്ലയിലെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ കണ്ണമംഗലം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. ആഘോഷ പരിപാടികൾ ചെട്ടിക്കുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സുധാകരക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. നോക്കൂ നോക്കൂ കുട്ടികളെ, ഞങ്ങളുടെ നാടിൻ പൊൻകൊടിയെ 3 നിറങ്ങളിലായി 3 നിറങ്ങളിലായി മൂവർണ്ണക്കൊടി പാറുന്നു, മൂവർണ്ണക്കൊടി പാറുന്നു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഭാമിനി ദാസ് അധ്യക്ഷയായി. സ്കൂൾ പ്രഥമാധ്യാപിക ശ്രീജ B സ്വാഗതം പറഞ്ഞു. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് മുഖ്യപ്രഭാഷണം നടത്തി. വിഷ്ണുവും സംഘവും ദേശഭക്തി ഗാനാലാപനം നടത്തി. ആതിര G, S ശ്രീജിത്ത്, B ശ്രീകുമാർ, പ്രമോദ്, C രാധാകൃഷ്ണപിള്ള, കവിത പ്രേംജിത്ത്, ഹൃദ്യ, ജെസ്സി അലക്സാണ്ടർ തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ് മാവേലിക്കര. താമരക്കുളം VVHSS വിപുലമായ സ്വാതന്ത്ര്യദിന റാലി നടത്തി. റാലി നൂറനാട് സർക്കിൾ ഇൻസ്പെക്ടർ P ശ്രീജിത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവത്തോടനുബന്ധിച്ച് താമരക്കുളം VVHSSൽ വിപുലമായ സ്വാതന്ത്ര്യദിന റാലി സംഘടിപ്പിച്ചു. റാലി നൂറനാട് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീജിത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രജനി, താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G വേണു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനു ഖാൻ, PTA പ്രസിഡന്റ് S ഷാജഹാൻ, പ്രിൻസിപ്പൽ ജിജി H നായർ, HM AN ശിവപ്രസാദ്, ഡെപ്യൂട്ടി HM സഫീന BV, CS രതീഷ് കുമാർ, K രഘുകുമാർ, CS ഹരികൃഷ്ണൻ, T ഉണ്ണികൃഷ്ണൻ, BK ബിജു, C സന്തോഷ് കുമാർ, B ശ്രീപ്രകാശ്, മനു ചന്ദ്രൻ എന്നിവർ റാലി നയിച്ചു. റാലിക്ക് ശേഷം പായസ വിതരണവും നടന്നു. CD നെറ്റ് ന്യൂസ് ചാരുമുട്. കണ്ടല്ലൂർ പുതിയവിള ഗവൺമെന്റ് LP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഇതിനോടനുബന്ധിച്ച് റാലി നടത്തി. മാവേലിക്കര വിദ്യാഭ്യാസ ഉപജില്ലയിലെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ കണ്ണമംഗലം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. ആഘോഷ പരിപാടികൾ ചെട്ടിക്കുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സുധാകരക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. നോക്കൂ നോക്കൂ കുട്ടികളെ, ഞങ്ങളുടെ നാടിൻ
പൊൻകൊടിയെ മൂന്നേ മൂന്ന് നിറങ്ങളിലായി മൂവർണ്ണക്കൊടി പാറുന്നു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഭാമിനി ദാസ് അധ്യക്ഷയായി. സ്കൂൾ പ്രഥമാധ്യാപിക ശ്രീജ ബി സ്വാഗതം പറഞ്ഞു. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് മുഖ്യപ്രഭാഷണം നടത്തി. വിഷ്ണു സംഘവും ദേശഭക്തി ഗാനാലാപനം നടത്തി. ആതിര ജി, എസ് ശ്രീജിത്ത്, ബി ശ്രീകുമാർ, പ്രമോദ്, സി രാധാകൃഷ്ണപിള്ള, കവിത പ്രേംജിത്ത്, ഹൃദ്യ, ജെസ്സി അലക്സാണ്ടർ തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ് മാവേലിക്കര. കറ്റാനം ഇലിപ്പക്കുളം UP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഇതിനോടനുബന്ധിച്ച് റാലി നടത്തി. കറ്റാനം ഇലിപ്പക്കുളം UPSൽ സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പതാക ഉയർത്തൽ, റാലി തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നടന്നു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. അധ്യാപകർ, രക്ഷകർത്താക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. CD നെറ്റ് ന്യൂസ് കറ്റാനം. ഇലിപ്പക്കുളം ചൂനാട് ആശാൻ മെമ്മോറിയൽ പ്രീ പ്രൈമറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഇതിനോടനുബന്ധിച്ച് റാലി നടത്തി. ഇലിപ്പക്കുളം ചൂനാട് ആശാൻ മെമ്മോറിയൽ പ്രീ പ്രൈമറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് റാലി നടന്നു. ഭാരതത്തിലെ വിവിധ സംസ്കാരങ്ങളെയും സംസ്ഥാനങ്ങളെയും പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തു. അധ്യാപകർ, രക്ഷകർത്താക്കൾ എന്നിവർ നേതൃത്വം നൽകി. CD നെറ്റ് ന്യൂസ് കറ്റാനം. കൃഷ്ണപുരം ബിഷപ്പ് മൂർ വിദ്യാപീഠിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഇതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി. വിപുലമായ പരിപാടികളോടെയാണ് കൃഷ്ണപുരം ബിഷപ്പ് മൂർ വിദ്യാപീഠിൽ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിച്ചത്. സ്കൂളിന്റെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ 12-നാണ് ആരംഭിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ അന്ന മേരി ചെറിയാന്റെ അധ്യക്ഷതയിൽ പരിപാടികൾ നടന്നു. നമ്മൾ രണ്ടുപേരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും സ്വന്തം നാടും പീഡിപ്പിക്കുള്ള പലായനങ്ങൾ ഇതിനോടനുബന്ധിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പരിപാടി സ്കൂൾ ഗായക സംഘത്തിന്റെ ഗാനത്തോടും +2 വിദ്യാർത്ഥിയായ സൽമയുടെ പാഠം വായനയോടും കൂടിയാണ് ആരംഭിച്ചത്. തുടർന്ന് സ്കൂൾ ബർസാർ റവറന്റ് അനീഷ് മാത്യു ജോർജ് പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ചു. അവിടുന്ന് ഞങ്ങൾക്ക് കൂട്ടായ പ്രത്യേകിച്ച് ഇന്ന് ഈ ഇവിടെ നടത്തുന്ന പ്രോഗ്രാമൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്ന വിശിഷ്ടാതിഥി വിജുസാറിന്റെ ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. +2 വിദ്യാർത്ഥിനിയായ പാർവതി സുനിൽ സ്വാഗതം പറഞ്ഞു. യോഗത്തിൽ MVI ബിജു ബി മുഖ്യ സന്ദേശം നൽകി. സ്വാതന്ത്ര്യത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നതിലോട്ട് പോകരുത് ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം. മൊബൈൽ ഉപയോഗിക്കാം, പക്ഷേ അഡിക്ഷൻ ആകരുത്. കാരണം അതിനുള്ള ഗെയിമുകൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം അന്ന് ബ്രിട്ടീഷ് ശക്തി പോലുള്ള ഒരു ദൃശ്യമായ ഒരു ശക്തിയിൽ നിന്നും സഹന സമരത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാജി ഇന്ന് ഇത്തരത്തിലുള്ള അദൃശ്യ ശക്തി, കാര്യം ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന പല ഗെയിമുകളും നമ്മൾ അതിലേക്ക് ഉൾപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ തിരിച്ചു വരാൻ കഴിയില്ല. അതിൽ കാണുന്ന ബൈക്ക് പോകുന്ന സ്പീഡ്, ആ വേഗതയൊക്കെ നമ്മുടെ ഒരു +2 അല്ലെങ്കിൽ ആ ലെവലിലുള്ള 15-17 വയസ്സൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പേർക്ക് താല്പര്യം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനോടാണ്. അതായത് MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഗതാഗത കാര്യങ്ങളോടാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ ഗതാഗത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കും തന്നെ ഒരു സബ്ജക്റ്റ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉൾക്കൊണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു വിഷയമാണ് ഒരു 8ാം ക്ലാസ് തൊട്ടെങ്കിലും ഗതാഗതം സംബന്ധിച്ചുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് റോഡ് സേഫ്റ്റി ഇതൊരു പ്രധാന സബ്ജക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ലേണേഴ്സ് പരീക്ഷയുടെയൊന്നും ആവശ്യമില്ല. ഓരോരുത്തർക്കും റോഡിൽ ഇറങ്ങുമ്പോൾ അത്യാവശ്യമുള്ള സുരക്ഷ
പ്രദാനം ചെയ്യുന്നത് ഇതിൽ നിന്നാണ്. നമ്മൾ ഈ സ്കൂൾ തലം തൊട്ടേ അതിൻ്റെ പാഠപാഠം പഠിച്ചു പോകും. അതിനാൽ അതിൽ ബൈക്ക് റേസ് പോലുള്ള അത്തരം ഗെയിമുകൾ ഒരിക്കലും റോഡിൽ കൊണ്ടുവന്നാൽ അതൊരു ലഹരിയായിട്ട് മാറും. അങ്ങനെയുള്ളവരാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്, പിടിക്കപ്പെടുന്നത്, MVDയുടെ കയ്യിലൊക്കെ പോയി പെടുന്നത് ഉണ്ടാവുക. അതുകൊണ്ട് മൊബൈൽ നമുക്ക് യാത്ര ചെയ്യാൻ വാഹനം വേണം. നിങ്ങളുടെ രാവിലെ സ്കൂൾ ബസ്സിൽ കൊണ്ടുവരുന്ന അങ്കിൾ കൊണ്ടുവരുന്ന പോലെ നമ്മൾ അങ്ങോട്ട് ഇവിടെ പോകാനുള്ള വാഹനം അതൊരു ലഹരിയായിട്ട് മാറുന്നു. ഇതിനെ തുടർന്ന് ബാപ്പുജി മാപ്പ് എന്ന പേരിൽ ഒരു പ്രത്യേക അവതരണം കാഴ്ചവെച്ചു. സോഷ്യൽ സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും ഒപ്പം അധ്യാപകരും അണിനിരുന്നപ്പോൾ രൂപഭാവങ്ങളിൽ മഹാത്മാവിനോടുള്ള സാമ്യം മൂലം അഭിനവ ഗാന്ധി എന്ന് അറിയപ്പെടുന്ന ജോർജ് പോൾ കലാസൃഷ്ടിയുടെ മുഖ്യ ആകർഷണമായി. സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴിത്താരകളിലെ നാഴികക്കല്ലുകളാകുന്ന ദണ്ഡിയാത്രയും ക്വിറ്റ് ഇന്ത്യ സമരവും വട്ടമേശ സമ്മേളനവും തുടങ്ങി ഗാന്ധിജിയുടെ അന്ത്യ നിമിഷങ്ങൾ വരെ ചിത്രീകരിച്ചു. അതിമനോഹരമായ ദൃശ്യവിരുന്നിനെ തുടർന്ന് വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനം ആലപിക്കുകയും +2 വിദ്യാർത്ഥിനിയായ ജിയ എസ് ദിവാൻ സ്വാതന്ത്ര്യദിന ആഘോഷത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചെറു സന്ദേശം നൽകുകയും ചെയ്തു. ഇതിനുശേഷം വിദ്യാർത്ഥികൾ സംഘനൃത്തവും അവതരിപ്പിച്ചു. KG വിഭാഗം വിദ്യാർത്ഥികൾ വിവിധ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രച്ഛന്നവേഷം അവതരിപ്പിച്ചു. +1 വിദ്യാർത്ഥി ധ്യാൻ നേതൃത്വം നൽകിയ പ്രതിജ്ഞയ്ക്ക് ശേഷം +2 വിദ്യാർത്ഥി മുഹമ്മദ് നൈഫിൻ്റെ കൃതജ്ഞതയോടും ദേശീയ ഗാനത്തോടും കൂടി പരിപാടികൾ അവസാനിച്ചു. CD നെറ്റ് ന്യൂസ്, കൃഷ്ണപുരം. കറ്റാനം പോപ്പേഴ്സ് 11 ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് സ്വാതന്ത്ര്യദിന റാലി നടന്നു. കറ്റാനം പോപ്പേഴ്സ് 11 ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ സുമ മലഞ്ചേരുവിൽ ഹെഡ്മാസ്റ്റർ ബിജു ടി വർഗീസിന് ദേശീയ പതാക കൈമാറി. ഹെഡ്മാസ്റ്റർ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് NCC, SPC കേഡറ്റുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ ഫ്ലാഗ് സല്യൂട്ട് നടന്നു. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. വർണ്ണശബളമാർന്ന സ്വാതന്ത്ര്യദിന റാലിയും സംഘടിപ്പിച്ചു. നാഷണൽ സർവീസ് സ്കീം, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NCC, SPC, JRC, ലിറ്റിൽ കൈറ്റ്സ്, അധ്യാപകർ, രക്ഷിതാക്കൾ, PTA, മദർ PTA, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ റാലിയിൽ അണിചേർന്നു. തുടർന്ന് മധുരം വിതരണം, കലാപരിപാടികൾ എന്നിവയും നടന്നു. CD നെറ്റ് ന്യൂസ്, കായംകുളം. കായംകുളം പെരിങ്ങാല കാങ്കാലിൽ ഗവൺമെന്റ് LP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഇതിനോടനുബന്ധിച്ച് റാലി നടത്തി. കായംകുളം പെരിങ്ങാല കാങ്കാലിൽ ഗവൺമെന്റ് LPSൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് റാലി നടത്തി. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷകർത്താക്കൾ എന്നിവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം. കായംകുളം കൊച്ചുകുളങ്ങര എരുവ ഈസ്റ്റ് മുഹമ്മദൻ LP സ്കൂളിൽ സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം നടത്തി. സ്വാതന്ത്ര്യ സമര സേനാനി KA ബേക്കർ പതാക ഉയർത്തി കുട്ടികളുമായി സംവദിച്ചു. കായംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഫർസാന ഹബീബ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം കൊറ്റുകുളങ്ങര എരുവ ഈസ്റ്റ് മുഹമ്മദൻ LP സ്കൂളിൽ സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി KA ബേക്കർ പതാക ഉയർത്തി കുട്ടികളുമായി സംവദിച്ചു. കായംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഫർസാന ഹബീബ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് നസീർ കായംകുളം അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജയകുമാരി സ്വാഗതം പറഞ്ഞു. ചൈൽഡ് പ്രൊട്ടക്ട് ടീം ചെയർപേഴ്സൺ CS സുനിത സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്വാതന്ത്ര്യദിന ക്വിസ് സമ്മാന വിതരണം AICC OK കായംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി ജോസഫ് പുത്തേത്ത് നിർവഹിച്ചു. സ്കൂൾ മാനേജർ സാദിഖ്, ഹസൻ കുഞ്ഞ്, റഹീം, സുബൈർ, ഇർഷാദ്, ഹസീബ്, ഷഹുബാനത്ത്, ഫാത്തിമ, നദീറ, സാഹിറ, പ്രശാന്തി, സുറുമി, രാജശ്രീ എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്. കായംകുളം. സ്വാതന്ത്ര്യദിനം CPM കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഏരിയ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുജാൻ പതാക ഉയർത്തി. ഏരിയ സെക്രട്ടറി P അരവിന്ദാക്ഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ച് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് സ്വാതന്ത്ര്യദിന റാലി സംഘടിപ്പിച്ചു.
സ്വാതന്ത്ര്യദിന ആഘോഷം CPM കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ നടന്നു. 14 ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾക്ക് മുന്നിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖം വായിച്ച് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ഏരിയ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KH ബാബുജാൻ പതാക ഉയർത്തി. ഏരിയ സെക്രട്ടറി P അരവിന്ദാക്ഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ച് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് സ്വാതന്ത്ര്യദിന റാലി സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി ഓഫീസായ NS സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി GDM ഗ്രൗണ്ടിന് സമീപം സമാപിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് N ശിവദാസൻ, P ഗാനകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ B അബിൻഷാ, S സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിപിൻ സി ബാബു, T യേശുദാസ്, KP മോഹൻദാസ്, KL പ്രസന്നകുമാരി, P സുരേഷ് കുമാർ, G ശ്രീനിവാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CD നെറ്റ് ന്യൂസ് കായംകുളം. CPM കൃഷ്ണപുരം പറത്തറ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭരണഘടനയുടെ ആമുഖം വായിച്ച് പ്രതിജ്ഞയെടുത്തു. കേരള കർഷക സംഘം മേഖലാ സെക്രട്ടറി MV ശ്യാം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്രാഞ്ച് സെക്രട്ടറി V നാരായണപിള്ള, സത്യപാൽ, വത്സല ദിവാകരൻ, V വസന്തകുമാർ എന്നിവർ നേതൃത്വം നൽകി. CPM കൃഷ്ണപുരം പറത്തറ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭരണഘടനയുടെ ആമുഖം വായിച്ച് പ്രതിജ്ഞയെടുത്തു. വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിന്റെ ഈ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. കേരള കർഷക സംഘം മേഖലാ സെക്രട്ടറി MV ശ്യാം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്രാഞ്ച് സെക്രട്ടറി V നാരായണപിള്ള, സത്യപാൽ, വത്സല ദിവാകരൻ, V വസന്തകുമാർ എന്നിവർ നേതൃത്വം നൽകി. CD നെറ്റ് ന്യൂസ് കൃഷ്ണപുരം. കായംകുളം സൗത്ത് മണ്ഡലം 28-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷവും പുരസ്കാരദാനവും നടത്തി. സമ്മേളനം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് E സമീർ ഉദ്ഘാടനം ചെയ്തു. കൌൺസിലറും ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായ ബിദു രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് കായംകുളം സൗത്ത് മണ്ഡലം 28-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും പുരസ്കാരദാനവും നടത്തി. മേലാത്തേരി ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ വാർഡ് പ്രസിഡന്റ് G സതീഷ് കുമാർ പതാക ഉയർത്തി. തുടർന്ന് നടന്ന സമ്മേളനം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് E സമീർ ഉദ്ഘാടനം ചെയ്തു. ആ രാജ്യത്ത് പട്ടാള അട്ടിമറികളിലൂടെ സ്വസ്ഥതയില്ലാത്ത, സ്വൈരതയില്ലാത്ത ജീവിതം ആകാംക്ഷാപൂർവം ആശങ്കയോടെ ജനങ്ങൾ കാണുന്ന ഒറ്റപ്പുറത്തെ പാകിസ്ഥാനിൽ നമ്മുടെ അയൽരാജ്യങ്ങളിൽ പലതും, അഫ്ഗാനിസ്ഥാൻ അടക്കം, നമ്മുടെ നേപ്പാൾ അടക്കം, ശ്രീലങ്ക അടക്കം പല രാജ്യങ്ങളും രാഷ്ട്രീയപരമായും സാമ്പത്തികമായും ഒക്കെ തകർന്നടിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്ത്യ എന്ന മഹത്തായ രാജ്യം ഈ വലിയ ഒരു സഞ്ചാര പദ്ധതിയിലൂടെ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 60 വർഷം ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ അധീശത്വത്തിനെതിരെ പോരാടി രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പ്രസ്ഥാനം. വാർഡ് പ്രസിഡന്റ് G സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലറും ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായ ബിദു രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KC കൃഷ്ണകുമാർ, മുൻ പ്രസിഡന്റ് PS പ്രസന്നകുമാർ, ബ്ലോക്ക് ട്രഷറർ ഹരിപ്രിയൻ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ബിന്ദു K ബാബു പിരളശ്ശേരിൽ, സെക്രട്ടറിമാരായ നിഷാദ് പടിപ്പുര, ദിലീപ് മനേശ്ശേരിൽ, ഫാസുരൻ, V സോമൻ, ഭാരവാഹികളായ വിനോദ്, ചാക്കോച്ചൻ, കരുണാകരൻ, ജൌഹർ, വിനീത, സിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. 200ഓളം രാജ്യങ്ങളുടെ പേരും പതാകയും അയൽ രാജ്യങ്ങളുടെ പേരും ഹൃദ്യസ്ഥമാക്കിയ തേവലപ്പുറം ഗവൺമെന്റ് LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥി നിഹാൽ P അൻവറിനെ പ്രത്യേക പുരസ്കാരം നൽകി അനുമോദിച്ചു. MBBS, പോളിടെക്നിക്, +2, SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും അനുമോദിച്ചു. CD നെറ്റ് ന്യൂസ് കായംകുളം. ഭാരത ഭൂപട ജ്വാല തെളിയിച്ചും ജന്മദിന കേക്ക് മുറിച്ചും പ്രതിജ്ഞയെടുത്തും കായംകുളം കോൺഗ്രസ് ഭവനാങ്കണത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷത്തിന് തുടക്കം കുറിച്ചു. നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഭാരത ഭൂപട ജ്വാല തെളിച്ചും ജന്മദിന കേക്ക് മുറിച്ചും പ്രതിജ്ഞയെടുത്തും കായംകുളം കോൺഗ്രസ് ഭവനാങ്കണത്തിൽ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 75-ാം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. 1947 ആഗസ്റ്റ് 15-ാം തീയതി അർദ്ധരാത്രിയിൽ ബ്രിട്ടീഷുകാരൻ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൈകളിലെത്തിക്കുമ്പോൾ
പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ ദേശാഭിമാനികൾ ആത്മാഭിമാനത്തോടെ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന ചരിത്രം ഇന്ന് 75 വർഷം കഴിയുമ്പോഴും അഭംഗരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പൈതൃകം കാത്തു സൂക്ഷിക്കുവാനോ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുവാനോ മറ്റാർക്കും തന്നെ അവകാശമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടിക്കാലം മുതൽ, നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽ ഇതുപോലെയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള സ്വാതന്ത്ര്യ ദിനാഘോഷം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ രാത്രി ഏകദേശം 12 മണിയോടുകൂടിയാണ് ഇത് ചെയ്യുവാൻ തീരുമാനിച്ചിരുന്നത്. നിർഭാഗ്യവശാൽ മഴ പെയ്യുമോ എന്നുള്ളൊരു ആശങ്ക കാരണമാണ് ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെയാക്കി 7:30 മണിക്ക് തന്നെ കോൺഗ്രസ് ഓഫീസിൽ പ്രിയപ്പെട്ട സുധീറിൻ്റെ മക്കളും സഹോദരിയുടെ മക്കളും ചേർന്ന് വളരെ മനോഹരമായി ഇന്ത്യ ഭൂപടം, നമുക്കറിയാം KT ജലീൽ അടക്കമുള്ളവർ ഇന്ന് ഇന്ത്യ വികൃതമാക്കാൻ നിൽക്കുമ്പോഴാണ് ഇന്ത്യ ഭൂപടം ഗംഭീരമായി വരച്ചുകൊണ്ട് ഇന്ത്യയുടെ അഖണ്ഡതയും ഐക്യവും കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭൂപടം നിർമ്മിച്ചുകൊണ്ടാണ് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു മുക്കിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി AP ഷാജഹാൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് AJ ഷാജഹാൻ, PC റജി, K തങ്ങൾകുഞ്ഞ്, ഹരിത ബാബു, AM കബീർ, കടയിൽ രാജൻ, ബിജു നസറുള്ള, അസിം നാസർ, സനൂജ്, ഹാഷിർ പുത്തൻകണ്ടം, സൂര്യ മുഹമ്മദ്, ഷാജി വലിയപറമ്പിൽ, ഹാഷിം സേഠ്, സുധീർ, MV ജയകുമാർ, പ്രശാന്ത് ഇരുവ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ 60 വർഷക്കാലം ഈ രാജ്യം ഭരിക്കുകയും ഒരു മുട്ടുസൂചി പോലും നിർമ്മിക്കാൻ കഴിയാതിരുന്ന ഈ രാജ്യത്ത് ഇന്ന് ഇത്രമാത്രം ഈ കാണുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾ, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് നടത്തിയത്. ഈ 75-ാം വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വിഭ്രമിക്കുന്ന ഹൃദയവുമായി വൈകാരികമായി നമ്മൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഇതാഘോഷിക്കാൻ ഏറ്റവും അർഹതയുള്ളത് ഇന്ത്യയിലെ കോൺഗ്രസിനാണ്, ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കാണ്. കാരണം 10,000-കണക്കിന് ധീരദേശാഭിമാനികൾ ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ മൂവർണ്ണ പതാകയും പിടിച്ചുകൊണ്ടാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഇന്ത്യയിൽ നിന്ന് കടപുഴകി എറിഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മഹാത്മാഗാന്ധിയുടെ ഈ സമരങ്ങളിലൂടെയാണ്. അത്തരം സമരങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാം വർഗീയവൽക്കരിച്ചുകൊണ്ട് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിയെയും സ്വന്തം രക്തം കൊടുത്ത്, ഹൃദയരക്തം കൊടുത്ത് എതിർക്കുമെന്നും രാജ്യത്തിൻ്റെ മതേതരത്വവും രാജ്യത്തിൻ്റെ സോഷ്യലിസവും അതുപോലെ തന്നെ ഭരണഘടനയും സംരക്ഷിക്കുമെന്നും ഈ അവസരത്തിൽ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഈ 75-ാം പരിരക്ഷിക്കുമെന്ന് ഞാൻ ഇന്ത്യ ഭൂപടത്തെ സാക്ഷിയാക്കി പ്രതിജ്ഞ ചെയ്യുന്നു. മതേതരത്വത്തെ തകർക്കുന്ന ഒരു പ്രവൃത്തിയും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എന്നിൽ നിന്നുണ്ടാവുകയില്ല. ഇത് സത്യം. ജയ് ഹിന്ദ് സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം. ഗാന്ധി ദർശൻ സമിതി കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്കായി പ്രസംഗ മത്സരം നടത്തി. കറ്റാനം ഷാജി ഉദ്ഘാടനം ചെയ്തു.
കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രസംഗ മത്സരം നടത്തി. കറ്റാനം ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞുങ്ങളുടെ പ്രസംഗ മത്സരം നടത്തുവാൻ UP സ്കൂളിലെയും ഹൈസ്കൂളിലെയും കുഞ്ഞുങ്ങളുടെ പ്രസംഗ മത്സരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിജിയും എന്ന വിഷയത്തെ ചൊല്ലിയുള്ള നമ്മുടെ ഈ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കൊച്ചു അനിയത്തിമാരെ, അവരെ ഇതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൂടെ കൊണ്ടുവരുവാൻ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ച രക്ഷിതാക്കളെ, അതിന് പ്രചോദനം കൊടുത്ത മറ്റ് സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒട്ടനവധി നാഴികക്കല്ലുകളിലൂടെ കടന്നു വന്ന്, ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന് ലോകരാജ്യത്തിൻ്റെ മുകളിൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യത്തെ ഇന്ന് അഭിമാനകരമായി തലയുയർത്തി നിൽക്കുവാൻ പറ്റുന്ന തലങ്ങളിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കുവാൻ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന ധീര ജവാന്മാർ ത്യാഗം ചെയ്ത് ബലിയർപ്പിച്ച് വാങ്ങിത്തന്ന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഓരോ ഇന്ത്യക്കാരനും മുന്നോട്ട് പോകുമ്പോൾ 75 വർഷം പൂർത്തീകരിക്കുന്ന 25 വർഷം നമ്മൾ കൊണ്ടാടുമ്പോൾ ഒരു മതേതര ഇന്ത്യ നമ്മൾ കാത്തു സൂക്ഷിക്കുവാനുള്ള പ്രതിജ്ഞാബദ്ധമായ ചടങ്ങുമായി നമ്മൾ മുന്നോട്ട് പോകുവാനുള്ള ഈ അവസരത്തിൽ ലോക രാജ്യങ്ങളുടെ മുന്നിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു രാജ്യം ഇത്രയും സുസ്ഥിരമായി നിലനിൽക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നുവെങ്കിൽ അത് മാറുവാനും നിലനിൽക്കുവാനുമുള്ള പ്രധാന കാരണക്കാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന് പിന്തുണ കൊടുത്തിട്ടുള്ള പഴയകാല നേതാക്കന്മാരുമാണ് എന്ന് പറയുമ്പോൾ പ്രശാന്ത് തിരുവ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് PC രഞ്ജി, അഡ്വക്കേറ്റ് O ഹാരിസ്, നിസാം കാവിൽ, ചന്ദ്രസേനൻ, അനിലാൽ, വാസുദേവൻ നായർ, ഷാജി വലിപറമ്പിൽ, നിഹാസ്, അരുൺകുമാർ, നിസ, തോമസ് ഏവൂർ, ശ്രീലത, അഫ്നാൻ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശ പദയാത്ര നടത്തി. കറ്റാനം മണ്ഡലം പ്രസിഡന്റ് S നന്ദകുമാർ ദേശീയ പതാക പദയാത്രാ ക്യാപ്റ്റൻ ഭരണിക്കാവ് മണ്ഡലം പ്രസിഡന്റ് ദിലീപ് കട്ടച്ചിറയ്ക്ക് കൈമാറി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊപ്രാപുര ജംഗ്ഷനിൽ നിന്നും കറ്റാനത്തേക്ക് സ്വാതന്ത്ര്യദിന സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചു. കറ്റാനം മണ്ഡലം പ്രസിഡന്റ് S നന്ദകുമാർ ദേശീയ പതാക പദയാത്ര ക്യാപ്റ്റൻ ഭരണിക്കാവ് മണ്ഡലം പ്രസിഡന്റ് ദിലീപ് കട്ടച്ചിറയ്ക്ക് കൈമാറി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. കറ്റാനത്ത് നടന്ന സമാപന സമ്മേളനം KPCC സെക്രട്ടറി കറ്റാനം ഷാജി ഉദ്ഘാടനം ചെയ്തു. ഭരണിക്കാവ് മണ്ഡലം പ്രസിഡന്റ് ദിലീപ് കട്ടച്ചിറ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ N വാസുദേവൻ, രാഘവൻ കൊടിവേലിൽ, മത്തായി യോഹന്നാൻ, കുട്ടപ്പൻ മേസ്തരി, ഷാമുൽ എന്നിവരെ ആദരിച്ചു. നേതാക്കളായ ചേലക്കാട് രാധാകൃഷ്ണൻ, അവിനാഷ് ഗംഗൻ, G ബൈജു, കട്ടച്ചിറ താഹ, N മോഹനൻ, കട്ടച്ചിറ ശ്രീകുമാർ, MR മനോജ് കുമാർ, വേണുഗോപാൽ തെങ്ങുംതറയിൽ, മാത്യു വേളങ്ങേടൻ, ഗോപൻ ഭരണിക്കാവ്, TT സജീവൻ, KR ഷൈജു, വിഷ്ണു ചേക്കോടൻ, സദാശിവൻ പിള്ള, മാത്യു ഫിലിപ്പ്, L അമ്പിളി, ശാലിനി S, സുമ R, ഗംഗാധരൻ നാനാശ്ശേരിൽ, അലക്സാണ്ടർ ജോർജ്, വസന്ത ഗോപാലകൃഷ്ണൻ, JB K ജോയി, സുറുമി ഷാഹുൽ തുടങ്ങിയവർ സംസാരിച്ചു. കറ്റാനത്ത് നടന്ന സമാപന സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിയാത്രക്കാർക്കും നാട്ടുകാർക്കും പായസ വിതരണവും നടത്തി. CDNet ന്യൂസ്, കായംകുളം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് എരുവ കിഴക്ക് ഒറ്റത്തെങ്ങിൽ അംഗനവാടിയിൽ വാർഡ് മെമ്പർ അംബിക ദേശീയ പതാക ഉയർത്തി. തുടർന്ന് കുട്ടികൾക്ക് BJP OBC മോർച്ചയുടെ നേതൃത്വത്തിൽ കളിപ്പാട്ടങ്ങൾ വിതരണം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് എരുവ കിഴക്ക് ഒറ്റത്തെങ്ങിൽ അംഗൻവാടിയിൽ വാർഡ് മെമ്പർ അംബിക ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് OBC മോർച്ചയുടെ നേതൃത്വത്തിൽ കളിപ്പാട്ടങ്ങൾ നൽകി. BJP OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി പുളിയറ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത അമൃത പദ്ധതി എന്ന ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട്, അമൃതോത്സവമായിട്ട് ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും എല്ലാ വീടുകളിലും, എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും, ഗവൺമെൻറ് സ്കൂളുകളും അങ്ങനെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെല്ലാം ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് 75ാമത് ജന്മദിനം അല്ലെങ്കിൽ ആഘോഷം, സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം ജന്മദിന ആഘോഷം വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വേളയിൽ നമുക്കറിയാം, OBC മോർച്ച കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു അംഗനവാടിയിൽ നമ്മൾ എല്ലാ കുട്ടികൾക്കും കളിപ്പാട്ടങ്ങൾ കൊടുത്തുകൊണ്ട് ഈ അമൃത ഉത്സവം
നരേന്ദ്രമോദിജിയുടെ ആഘോഷം പ്രഖ്യാപിക്കപ്പെട്ട ഈ അമൃതോത്സവം OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് ആർ രതീഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ മുരളീധരൻ, മനോജ് കുമാർ, നാരായണപിള്ള, വേണുകുമാർ, ഗോപാലകൃഷ്ണൻ, രാമചന്ദ്രൻ, അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥിനികൾക്ക് റാമ്പ് നിർമ്മിച്ചു നൽകി നന്മ ചാരിറ്റബിൾ സൊസൈറ്റി മാതൃകയായി. പത്തിയൂർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പാർവതിക്കാണ് സ്കൂളിൽ പ്രവേശിക്കാൻ റാമ്പ് നിർമ്മിച്ചു നൽകിയത്. സ്വാതന്ത്ര്യത്തിന്റെ വാർഷിക ദിനത്തിൽ ഭിന്നശേഷിക്കാരിയായ വിദ്യാർത്ഥിനിക്ക് റാമ്പ് നൽകി മാതൃകയായിരിക്കുകയാണ് കായംകുളം ഏരുവ നന്മ ചാരിറ്റബിൾ സൊസൈറ്റി. അരികുവൽക്കരിക്കപ്പെട്ട പാവങ്ങൾക്ക് താങ്ങാവുകയാണ് യഥാർത്ഥ മാനവികതയെന്നും സ്വാതന്ത്ര്യം അർത്ഥവത്താകുന്നത് ഇത്തരം പ്രവൃത്തിയിലൂടെയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. പത്തിയൂർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പാർവതിക്കാണ് സഹായം നൽകിയത്. സ്കൂൾ PTA അഭ്യർത്ഥന പ്രകാരം നന്മ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകർ സ്കൂളിൽ റാമ്പ് നിർമ്മിച്ചു നൽകുകയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ് റാമ്പ് ഉദ്ഘാടനം ചെയ്തു. തരത്തിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തി എല്ലാ വർഷവും മെഡിക്കൽ ക്യാമ്പും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തി ഇപ്പോൾ 1.5 വർഷം ആകുന്നതേ ഉള്ളൂ. എങ്കിലും അതിന്റെ പ്രവർത്തനങ്ങൾ അനുസ്യൂതം തുടരുകയാണ്. കേവലമായ എന്തെങ്കിലും പരിപാടി നടത്തി എന്തെങ്കിലും ഷോ കാണിച്ചു പോവുകയല്ല, മനസ്സിൽ തട്ടി ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ ഏവൂർ പ്രദേശത്ത് സജീവ സാന്നിധ്യമായി മാറിയിരിക്കുന്ന നന്മ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഈ പ്രവർത്തനത്തിനും നൽകിയിട്ടുള്ള ഈ പിന്തുണയ്ക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. സ്കൂൾ SMC ചെയർമാൻ G ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. നന്മയുടെ രക്ഷാധികാരി U നാസറുദ്ദീൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസസ് അനിതകുമാരി, നന്മയുടെ പ്രസിഡന്റ് ഭാസി, സെക്രട്ടറി D കിരൺ, ട്രഷറർ രാംജിത്ത് ഗോപാൽ, ജോയിന്റ് സെക്രട്ടറി പ്രകാശ് പാനക്കാരൻ, മോനായി കൃഷ്ണ, അധ്യാപകർ, അനധ്യാപകർ, രക്ഷകർത്താക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. സ്റ്റാഫ് സെക്രട്ടറി ജോസഫ് ജോർജ് നന്ദി രേഖപ്പെടുത്തി. CD നെറ്റ് ന്യൂസ്, കായംകുളം. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കായംകുളം ബാർ അസോസിയേഷൻ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രഭാത ഭക്ഷണം വിതരണം ചെയ്തു. ബാർ അസോസിയേഷൻ ഭാരവാഹികൾ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രഭാത ഭക്ഷണം വിതരണം ചെയ്തു. ബാർ അസോസിയേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് ഉണ്ണി ജെ വാര്യത്ത്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് S സജീവ്, അഡ്വക്കേറ്റ് ജൂബി കെ മറിയം, അഡ്വക്കേറ്റ് അമൽ സെയ്ഫ്, അഡ്വക്കേറ്റ് ഫാത്തിമ, അഡ്വക്കേറ്റ് ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവർ നേതൃത്വം നൽകി. CD നെറ്റ് ന്യൂസ്, കായംകുളം. സ്വാതന്ത്ര്യത്തിന്റെ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി കായംകുളം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും കായംകുളം അർബൻ സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പ്രഭാത ഭക്ഷണം വിതരണം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മനോജ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 75ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കായംകുളം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും കായംകുളം അർബൻ സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പ്രഭാത ഭക്ഷണം വിതരണം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ L മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി J സ്മിത, S അബ്ദുൾ ലത്തീഫ്, Y നൌഫൽ, N അസീം ഖാൻ, ഹബീബ് റഹ്മാൻ, അരീന അശോക്, Y ഹാരിസ്, കരുവിൽ നിസാർ, സോമനാഥ കുറുപ്പ് എന്നിവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കായംകുളം കാദീഷ ഓർത്തഡോക്സ് കത്തീഡ്രൽ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വാഹന റാലി നടത്തി. കായംകുളം നഗരസഭ ഓഫീസ് അങ്കണത്തിലെ ഗാന്ധി പ്രതിമയിൽ ഇടവക വികാരി ഫാദർ ജോസഫ് സാമുവൽ, ഇടവക സഹവികാരി ഫാദർ ജോബ് T ഫിലിപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ ഹാരാർപ്പണം നടത്തി. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് കായംകുളം കാദിശ ഓർത്തഡോക്സ് കത്തീഡ്രൽ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വാഹന റാലി സംഘടിപ്പിച്ചു. കായംകുളം നഗരസഭാ അങ്കണത്തിലെ ഗാന്ധി പ്രതിമയിൽ ഇടവക വികാരി ഫാദർ ജോസഫ് സാമുവൽ, ഇടവക സഹവികാരി ഫാദർ ജോബ് T ഫിലിപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ ഹാരമണിയിക്കൽ നടത്തി. തുടർന്ന് മാവേലിക്കര ഭദ്രാസന സഹായ മെത്രോപൊലിത്ത അലക്സിയോസ് മാർ യൗസീബിയോസ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. എല്ലാ ഭാരതീയരും അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി യത്നിക്കുകയും ത്യാഗം സഹിക്കുകയും ചെയ്ത എല്ലാ മഹാന്മാർക്കും, മഹാത്മജി ഉൾപ്പെടെയുള്ള എല്ലാ മഹാന്മാർക്കും നന്ദി അർപ്പിക്കുകയും അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്ന വലിയ ദിവസമാണ് ഓഗസ്റ്റ് 15. ലോകത്തെ ഏറ്റവും വലിയ മതേതര രാജ്യമായ, ലോകത്തെ ഏറ്റവും വലിയ ജനായത്ത ഭരണ രാജ്യമായ ഭാരതം. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ബ്ലോക്ക് അങ്കണത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് N ഇന്ദിരാദാസ് ദേശീയ പതാക ഉയർത്തി.
മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ബ്ലോക്ക് അങ്കണത്തിൽ സ്ഥാപിച്ച കൊടിമരത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് എൻ ഇന്ദിരാദാസ് ദേശീയ പതാക ഉയർത്തി. വന്ദേമാതരം ആലപിച്ചുകൊണ്ടാണ് പതാക ഉയർത്തലും ഭരണഘടനയുടെ ആമുഖ വായനയും നടത്തിയത്. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും സ്വാതന്ത്ര്യദിന റാലി ആരംഭിച്ചു. നഗരം ചുറ്റി നടന്ന റാലി തിരികെ ബ്ലോക്കിലെത്തി സമാപിച്ചു. മധുര വിതരണം, പ്രായസ വിതരണം എന്നിവ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ്, വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ, ഷീല, ശ്രീനാഥ്, ജിനു വർഗീസ്, ഉമാ താരാനാഥ്, ബ്ലോക്ക് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു ജനാധിപത്യ പരമാധികാര സമത്വ മതനിരപേക്ഷ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്ത ആശയാവിഷ്കാരം വിശ്വാസം ഭക്തി ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും മാവേലിക്കര. സ്വാതന്ത്ര്യദിനത്തിന്റെ വാർഷിക ദിനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് ആഘോഷിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ദേശീയ പതാക ഉയർത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എസ് ലിജുമോൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഓച്ചിറ ചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു അനൂഷ്യ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എസ് അജിത, ശ്രീജി പ്രകാശ്, ബിന്ദു സുഭാഷ്, ഗീത ശ്രീജി, മണി വിശ്വനാഥ്, എം ശിവ പ്രസാദ്, സുനിൽ കൊപ്പാറയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കായംകുളം. സ്വാതന്ത്ര്യത്തിന്റെ വാർഷികം പ്രമാണിച്ച് ദേവികുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രപതി ആദരിച്ച സമരസേനാനി വി കെ കുട്ടപ്പണിക്കർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. അനുസ്മരണ സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രപതി ആദരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി വി കെ കുട്ടപ്പ പണിക്കറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടിയും സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വസതിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്വാതന്ത്ര്യദിന ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് പതാക ദേശീയ പതാക സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് അത് അഴിക്കുകയാണ്. ഇത്തവണ 3 ദിവസക്കാലം കണ്ടിന്യൂസ് എത്താൻ വേണ്ടിയുള്ള അവസരം, അതിനുവേണ്ടി ഒരു ഓർഡർ വരെ ഇറക്കിയിട്ടാണ് ഇത്തവണ പ്രവർത്തനം നടക്കുന്നത്. എല്ലാവരിലേക്കും സ്വാതന്ത്ര്യ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചെയ്യാൻ തീരുമാനിച്ചത്. നാമെല്ലാം ഇന്ന് പ്രതിജ്ഞയെടുക്കണം, നേടിയ സ്വാതന്ത്ര്യം കാത്തു സംരക്ഷിക്കാൻ തുടങ്ങി. സ്വാതന്ത്ര്യം വെറുതെ കിട്ടിയതല്ല, അത് പുതിയ തലമുറ. ഇപ്പം ഒരു 90 വയസ്സുള്ള ഒരാളിനോട് മാത്രമേ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവും. ബാക്കിയുള്ളവർ വായിച്ചറിഞ്ഞവർ മാത്രമാണ്. ഞാനൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 21 വർഷം കഴിഞ്ഞിട്ട് ജനിച്ചല്ല. അപ്പോൾ നമ്മളെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതല്ലാതെ ഒട്ടേറെ പ്രശ്നങ്ങളാണ്. ചുമ്മാ അതൊന്നും നമ്മൾ നാട്ടുരാജാക്കന്മാർക്ക് ഒത്തിരി അധികാരം എന്നൊക്കെ പറഞ്ഞ കാലമൊക്കെ ഉണ്ടായിരുന്നു. അധികാരമൊന്നുമില്ല. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു കാലം, അവർ നമ്മുടെ രാജ്യത്തെ കൊള്ളയടിക്കുന്ന കാലം, നമുക്ക് യാതൊരു വിധമായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല. ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലത അധ്യക്ഷത വഹിച്ചു. ഷീജ മോഹൻ, പ്രസന്ന ജയചന്ദ്രൻ, സ്റ്റാലിൻ, രവീണ തോമസ്, എം കെ സുധാകരൻ, എം എസ് സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. കണ്ടല്ലൂർ സുധീർ സ്വാഗതവും ശിഖ മുരളി കൃതജ്ഞതയും പറഞ്ഞു. സി.ഡി. നെറ്റ് ന്യൂസ്, കായംകുളം. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ സൂര്യകാന്തി ട്രൂപ്പ് തിരുവാതിരക്കളി അവതരിപ്പിച്ചു. സ്വാതന്ത്ര്യദിന സന്ദേശം പ്രമേയമാക്കിയാണ് തിരുവാതിര ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.
സ്വാതന്ത്ര്യത്തിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ സൂര്യകാന്തി ട്രൂപ്പിന്റെ നേതൃത്വത്തിൽ തിരുവാതിരകളി അരങ്ങേറിയത് ശ്രദ്ധേയമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ദേശീയ പതാക ഉയർത്തി. ഇതിനുശേഷമായിരുന്നു തിരുവാതിരകളി അരങ്ങേറിയത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റി ചിട്ടപ്പെടുത്തിയ തിരുവാതിരയാണ് അവതരിപ്പിച്ചത്. വർഷമൊത്ത സുവർണ ദിനം 75 വർഷമൊത്ത സുവർണ ദിനം മാലോകരെ മംഗമാരെ കേരളത്തിൻ മാരിമാരെ മാലോകരെ മംഗമാരെ കേരളത്തിൻ മാരിമാരെ. ഭരണിക്കാവിലെ 25ഓളം വനിതകൾ മുൻകൈയെടുത്ത് സ്ഥാപിച്ച നൃത്തസംഘമാണ് സൂര്യകാന്തി. കലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം അവർക്കൊരു വരുമാനദായക പദ്ധതി കൂടിയായാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ട്രൂപ്പിന്റെ ഉപദേശക സമിതി അംഗങ്ങളായ രജനി ജയദേവ്, ആർ ശൈലജ, നിർമ്മല രാജൻ, എം ശ്യാമളാദേവി എന്നിവരാണ് തിരുവാതിരപ്പാട്ട് എഴുതിയത്. കെ എസ് ജയപ്രകാശ് ഈണം നൽകി. ആലപിച്ചത് ശ്രീജിത്ത് ഓച്ചിറ. ചുവടുകൾ ചിട്ടപ്പെടുത്തിയത് രമ്യ ശ്രീനി, അമൃത പ്രദീപ്, ജ്യോതിലക്ഷ്മി, അശ്വതി വിനോദ്, റീന സന്തോഷ്, പ്രസിദ്ധ സുരേന്ദ്രൻ, ബിന്ദു സുധാകരൻ, എ പ്രഭ, രതി എസ്, സുധാ രവീന്ദ്രൻ, ലളിത അശോകൻ, ജിജി അശോകൻ, എസ് കൃഷ്ണകുമാരി, അനിത എന്നിവരാണ് തിരുവാതിര അവതരിപ്പിച്ചത്. CD നെറ്റ് ന്യൂസ്, കായംകുളം. കായംകുളം എരുവ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സൗഹൃദ ഗ്രാമസമിതി സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിച്ചു. പ്രസിഡന്റ് ഹസീബ് ചിത്തിനേത്ത് പതാക ഉയർത്തി. വാർഡ് കൌൺസിലർ അൻഷാദ് വാഹിദ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കായംകുളം എരുവ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സൗഹൃദ ഗ്രാമസമിതി സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. രാവിലെ 8 മണിക്ക് സൗഹൃദ ഗ്രാമസമിതിയുടെ ഓഫീസ് അങ്കണത്തിൽ സൗഹൃദ ഗ്രാമസമിതിയുടെ പ്രസിഡന്റ് ഹസീബ് ചിത്തിനേത്ത് പതാക ഉയർത്തി. സൗഹൃദ ഗ്രാമസമിതി സെക്രട്ടറി ഒ അഷ്റഫ് സ്വാഗതം പറഞ്ഞു. വാർഡ് കൌൺസിലർ അൻഷാദ് വാഹിദ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഞാൻ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. ഭാരതത്തിൻ്റെ 75ാമത് സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തലിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിച്ചമർത്തലിനെതിരെ പോരാടുകയും സ്വാതന്ത്ര്യമെന്ന ഇന്ത്യയുടെ അവകാശത്തെ നേടിയെടുക്കുന്നതിന് വേണ്ടി ധീരരക്തസാക്ഷികൾ മഹാത്മാഗാന്ധിജി അടക്കമുള്ളവർ നേതൃത്വം കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1947 ഓഗസ്റ്റ് 15-ന് ബ്രിട്ടീഷുകാർ നമ്മൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയും പറ്റി നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ വേണ്ടി ധാരാളം പ്രക്ഷോഭങ്ങളും സമരങ്ങളും മഹാത്മാഗാന്ധിജിയുടെയും ധീര ദേശാഭിമാനികളുടെ നേതൃത്വത്തിൽ നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷുകാർക്ക് നമ്മൾക്ക് സ്വാതന്ത്ര്യം നൽകാൻ അവർക്ക് സമ്മതം തരാൻ സാധിച്ചത്. കാരണം നിരവധി സമരങ്ങൾക്കും രക്തസാക്ഷികൾക്കും നേതൃത്വം കൊടുക്കുകയും മാതാപിതാക്കളെയും മക്കളെയും ഭാര്യമാരെയും ഒക്കെ നഷ്ടപ്പെട്ട് നഷ്ടങ്ങളുടെ. റിട്ടയർഡ് ഹെൽത്ത് സൂപ്പർവൈസർ മുഹമ്മദ് അഷ്റഫ്, സൗഹൃദ ഗ്രാമസമിതി വൈസ് പ്രസിഡന്റ് അൻസിൽ ഷാജഹാൻ, നൈനാരേത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ലഡു പായസ വിതരണം ചക്കാലപ്പറമ്പിൽ ബാബു, പൊന്നുമോൻ, PC ലത്തീഫ്, അഷ്റഫ് മൈത്രി, അനീസ് അസീസുകുട്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചു. ആർ വേണു, ഷംനാദ്, ഹക്കിം വരേണി, എം നൌഷാദ്, നവാസ് ഉസ്മാൻ, സെയ്ഫ് മുക്കിൽ, തറയിൽ ഉസ്മാൻ, അമീൻ, നവാസ്, BM റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. സൗഹൃദ ഗ്രാമസമിതി ട്രഷറർ HK കലാം നന്ദി രേഖപ്പെടുത്തി. CD നെറ്റ് ന്യൂസ്, കായംകുളം. കായംകുളം PMC റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മുരിക്കുമൂട് ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ബിജു നസറുള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുകയും പതാക ഉയർത്തുകയും ചെയ്തു. കായംകുളം PMC റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് മുരിക്കുമൂട് ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ബിജു നസറുള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുകയും ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. സെക്രട്ടറി സുമേഷ് കുമാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് അറിയാം 1947 ഓഗസ്റ്റ് 15-ാം തീയതി ഭാരതം സ്വതന്ത്രമായ
ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും വളരെ സമാധാനപരമായിട്ട് ഗാന്ധിജി, നെഹ്റു, സരോജിനി നായിഡു അതേപോലുള്ള മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ നമുക്ക് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിത്തന്നു. നമുക്കറിയാം നമ്മുടെ ഭാരതത്തിൻ്റെ അഖണ്ഡതയും അതേപോലെ തന്നെ സാഹോദര്യവും അതേപോലെ തന്നെ നമുക്കറിയാം മതേതരം ഇതെല്ലാം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഒരു നവഭാരതം നമ്മൾ ഉയർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് എല്ലാ ജനങ്ങളുടെ കൂട്ടായ്മ, ജനങ്ങളുടെ ഒരേപോലുള്ള മനസ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണം. ചടങ്ങിൽ രാജീവ് ഗോകുലം, രോഹിണിക്കുട്ടി, ശാരദാ തങ്കപ്പൻ, അനിത മുട്ടാണിക്കൽ, മിനി വിജയൻ, മോൻസി, റെജി ഈപ്പൻ, അഷ്റഫ് കളത്തിൽ, രഘുനാഥ് കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം. കായംകുളം MSM കോളേജ് നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. ദിനാഘോഷത്തിന്റെ ഭാഗമായി കൃഷ്ണപുരം സാന്ത്വനം ഹെൽത്ത് കെയർ ലാബുമായി ചേർന്ന് ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും രക്തഗ്രൂപ്പ് നിർണയവും നടത്തി. കായംകുളം MSM കോളേജ് നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് കടയിൽ സുനി പതാക ഉയർത്തി. ദിനാഘോഷത്തിന്റെ ഭാഗമായി കൃഷ്ണപുരം സാന്ത്വനം ഹെൽത്ത് കെയർ ലാബുമായി ചേർന്ന് ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും നടത്തി. കായംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഫസാന ഹബീബ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. MSM കോളേജ് റെസിഡൻസ് അസോസിയേഷൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യദിന പരിപാടിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഘടനാ നേതൃത്വത്തിൽ കൊണ്ടുകൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇന്ന് ഈ വാർഡിലെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നത്. വളരെ ഒരു ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും എല്ലാ ജനങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ക്യാമ്പ് വളരെ നല്ല രീതിയിൽ ജനങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇതിൻ്റെ സംഘാടകരെ ഏറെ അഭിമാനപൂർവ്വം അവരെ ഞാൻ കയ്യടിയോടെ സ്വീകരിക്കുകയാണ്. വളരെ നല്ല പ്രവർത്തനങ്ങൾ ഇനിയും കായംകുളം നഗരസഭാ പരിധിയിൽ കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സുൽഫിക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. 37 വാർഡിൽ പ്രവർത്തിക്കുന്ന MSM റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരു ക്യാമ്പ് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മെഡിക്കൽ സംബന്ധമായ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. നഗരസഭാ കൗൺസിലർ AP ഷാജഹാൻ മുഖ്യപ്രഭാഷണം നടത്തി. കടയിൽ സുനി, അനീസ് ഇസഹാക്ക്, K തങ്ങൾ കുഞ്ഞ്, A അബ്ദുൾ സത്താർ, S നൌഷാദ്, D ലാൽകുമാർ, E ഷാജി എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം. കായംകുളം ഈസ്റ്റ് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ മുരിക്കുമൂട് ജംഗ്ഷനിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ P ശശികല ഉദ്ഘാടനം ചെയ്തു. സലീം മുരിക്കുമൂട് അധ്യക്ഷനായി. കായംകുളം ഈസ്റ്റ് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ മുരിക്കുമൂട് ജംഗ്ഷനിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. സലിം മുരിക്കുമൂടിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ P ശശികല ഉദ്ഘാടനം നിർവഹിച്ചു. പ്രഭാത് വിശ്വനാഥൻ ദേശീയ പതാക ഉയർത്തി. A യൂസഫ് കുഞ്ഞ് സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ചൊല്ലി. മൈത്രി കുടുംബാംഗമായ കടമ്പാട്ട് പ്രകാശന് വൃക്കമാറ്റുകൾ ശസ്ത്രക്രിയയ്ക്കായി ധനസഹായം നൽകി. ഗോപകുമാരി സോമൻ, സാം ജഹാൻ, അൻവർ കരിയിലക്കാട്, R ഗിരിജ, അബ്ദുൾ ഹക്ക്, മനോജ്, മുഹമ്മദ് ഹുസൈൻ നെടുമ്പള്ളിൽ, അൽതാഫ്, സരസ്വതി കൃഷ്ണൻ, നിസാം, രാജു മുരുക്കുമുട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം. എരുവ നളന്ദ കലാസാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി 1ാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ചർച്ചയും സെമിനാറും നടത്തി. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് L ഉഷ ഉദ്ഘാടനം നിർവഹിച്ചു. എരുവ നളന്ദ കലാസാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി 1ാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ചർച്ചയും സെമിനാറും നടത്തി. നളന്ദയുടെ പ്രസിഡന്റ് G ആദർശിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സെക്രട്ടറി രാജേഷ് CR സ്വാഗതം പറഞ്ഞു. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് L ഉഷ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രൊഫസർ MH രമേശ് കുമാർ വിഷയാവതരണം നടത്തി. ACCOK ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട നളന്ദ വായനശാല സെക്രട്ടറി പ്രഭാഷ് പാലാഴിയെ ചടങ്ങിൽ ആദരിച്ചു. രക്ഷാധികാരി G സദാശിവൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വാർഡ് മെമ്പർ I ജയകുമാരി, പത്തിയൂർ വിശ്വൻ, രവിശങ്കർ, ബിജു KG, ശശികുമാരപിള്ള, സുരേഷ് കൈത്താനത്ത്, സേതു, ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം. മുതുകുളം 731 നമ്പർ സർവീസ് സഹകരണ സംഘത്തിലെ കവുഞ്ചേരി ചിറ ഗ്രാമലക്ഷ്മി SHG നമ്പർ 39ന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ഓമന പതാക ഉയർത്തി. മുതുകുളം 731 നമ്പർ സർവീസ് സഹകരണ സംഘത്തിലെ കവുഞ്ചേരിച്ചിറ ഗ്രാമലക്ഷ്മി SHG നമ്പർ 39 75ാമത് സ്വാതന്ത്ര്യദിന വാർഷിക ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ഓമന പതാക ഉയർത്തി. സെക്രട്ടറി ആശംസകൾ അർപ്പിച്ചു. പുഴുക്കളെ പോലെ പിടഞ്ഞും ജീവിച്ച ജനത ഉജ്ജ്വലമായി ഉയർത്തെണീറ്റതിന്റെ ഓർമ്മ കൂടിയാണ്. ഓരോ സ്വാതന്ത്ര്യദിനവും നിരവധി ദേശാഭിമാനികൾ
ജീവനും രക്തവും നൽകിയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അവരുടെ ധീരസ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നതോടൊപ്പം നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും കാത്തുസൂക്ഷിക്കുമെന്ന്. കൂടാതെ മുതിർന്ന വനിതകളെ ആദരിക്കുകയും ചെയ്തു. പൊതുനിരത്തുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. CD നെറ്റ് ന്യൂസ്, മുതുകുളം. മുതുകുളം 731 നമ്പർ സർവീസ് സഹകരണ സംഘത്തിലെ ഗ്രാമലക്ഷ്മി SHG നമ്പർ 8-ന്റെ 75ാമത് സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. പ്രസിഡന്റ് ശശിയമ്മ പതാക ഉയർത്തി. മുതുകുളം 731 നമ്പർ സർവീസ് സഹകരണ സംഘത്തിലെ ഗ്രാമലക്ഷ്മി SHG നമ്പർ 8-ന്റെ നേതൃത്വത്തിൽ 75ാമത് സ്വാതന്ത്ര്യദിന വാർഷിക പരിപാടി സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ശശിയമ്മ പതാക ഉയർത്തി. സെക്രട്ടറി സന്ധ്യ ആശംസാ പ്രസംഗം നടത്തി. സ്വാതന്ത്ര്യം കിട്ടി 75ാമത്തെ വാർഷിക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാ ജനകോടികൾക്കും ഗ്രാമലക്ഷ്മി SHG 8-ന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ധീര പോരാളികൾക്കും രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ ധീര ജവാന്മാർക്കും അനുസ്മരണം അർപ്പിച്ചു. മധുര പലഹാര വിതരണം നടത്തുകയും ചെയ്തു. CD നെറ്റ് ന്യൂസ്, മുതുകുളം. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ഭരണിക്കാവ് പ്രൈമറി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും യൂണിറ്റ് വാർഷികവും സംഘടിപ്പിച്ചു. റിട്ടയർഡ് ക്യാപ്റ്റൻ PS സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ഭരണിക്കാവ് പ്രൈമറി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷവും യൂണിറ്റ് വാർഷികവും സംഘടിപ്പിച്ചു. കറ്റാനം റീനോ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി റിട്ടയർഡ് ക്യാപ്റ്റൻ PS സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന്റെ അതിർത്തി കാത്തുരക്ഷിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ സന്തോഷമായിട്ട് ഇവിടെ കഴിയുന്നത്. അവർ ചെയ്തു തന്നിട്ടുള്ള ആ ഒരു ഉറപ്പ്, ചെയ്തിട്ടുള്ള ആ ത്യാഗങ്ങൾ, അത് നമ്മൾ എന്നും ഓർക്കാൻ ഈ ഒരു അവസരം ഉപയോഗിക്കണം. സിനിമകളിലൂടെ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളതിലൂടെ മാത്രമാണ് സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ചുള്ള അറിവ് നമുക്കുള്ളത്. കാരണം നമ്മൾ വളരെയധികം ബോർഡർ ഏരിയയിൽ നിന്നും മറ്റുള്ള ഭൂപ്രകൃതിയുടെ കാരണങ്ങളാലും വളരെ അകന്നു നിൽക്കുന്ന കാരണം യുദ്ധം എന്താണെന്നും നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്താണെന്നോ വളരെ കുറച്ചു പേർക്ക് അറിയാൻ പാടില്ല. യൂണിറ്റ് പ്രസിഡന്റ് റിട്ടയർഡ് ക്യാപ്റ്റൻ V ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി G സോമൻപിള്ള സ്വാഗതം പറഞ്ഞു. കൊല്ലം DPDO ബിജു D മുഖ്യപ്രഭാഷണം നടത്തി. മാവേലിക്കര OICESCHS ലഫ്റ്റനന്റ് കേണൽ VI ഹരികുമാർ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. യൂണിറ്റിലെ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള അംഗങ്ങളെ ആദരിക്കൽ റിട്ടയർഡ് വിംഗ് കമാൻഡർ S പരമേശ്വരൻ നിർവഹിച്ചു. കുറത്തിക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ നിസാം വീരനാരിയെ ആദരിക്കൽ നടത്തി. സാഹിത്യ പോഷിണി ചീഫ് എഡിറ്റർ ചുനക്കര ജനാർദ്ദനൻ നായർ യൂണിറ്റ് വാട്സപ്പ് പ്രകാശനം ചെയ്തു. മുരളീധര കൈമൾ NM ജോൺ എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, ചാരിമൂട്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ വ്യത്യസ്ത പരിപാടികളോടെ ആഘോഷിച്ചു. ധീരജവാൻ മണിയപ്പന്റെ സ്മൃതി മണ്ഡപത്തിൽ ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം തുടക്കം കുറിച്ച ബൈക്ക് റാലി ചിങ്ങോലി പഞ്ചായത്ത് പ്രസിഡന്റ് S സജിനി ഫ്ളാഗ് ഓഫ് ചെയ്തു. ആസാദി കാ അമൃത് മഹോത്സവം സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ വ്യത്യസ്ത പരിപാടികളോടെ ആഘോഷിച്ചു. ധീരജവാൻ മണിയപ്പന്റെ സ്മൃതി മണ്ഡപത്തിൽ ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം തുടക്കം കുറിച്ച ബൈക്ക് റാലി ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സജിനി ഫ്ളാഗ് ഓഫ് ചെയ്തു. മേജർ മനോജ് കുമാർ, മേജർ മധുസൂദനൻ, കാപ്പിൽ ഗിരീഷ്, ഡാനിയൽ എന്നിവരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പൊതുവിദ്യാലയങ്ങളിലൊന്നായ കാർത്തികപ്പള്ളി ഗവൺമെന്റ് UP സ്കൂൾ അങ്കണത്തിൽ റാലി എത്തിച്ചേർന്നപ്പോൾ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് ഗംഭീര വരവേൽപ്പ് നൽകി. നന്മയാർന്ന നാട് മക്കൾ ഞങ്ങൾ സേവനത്താൽ സ്വർഗമാക്കും നിന്നെ, മക്കൾ ഞങ്ങൾ സേവനത്താൽ സ്വർഗമാക്കും നിന്നെ. വരിക വരിക സഹചരേ, വരിക വരിക സഹചരേ. തുടർന്ന് സ്കൂളും ഗാർഡിയൻസ് ഓഫ് ദ നേഷനും സംയുക്തമായി സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങ് സംഘടിപ്പിച്ചു. ക്യാപ്റ്റൻ സുനിൽകുമാർ ദേശീയ പതാക ഉയർത്തി. ദേശീയ പതാക ഏന്തിയും വിവിധ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷങ്ങൾ അണിഞ്ഞും വിദ്യാർത്ഥികൾ എത്തിയത്. 75ാമത് സ്വാതന്ത്ര്യദിനം ഇവിടെ ആഘോഷിക്കുകയാണ്. മക്കളെല്ലാവരും കേൾക്കണം. നമുക്കിന്ന് ഒരു കാലമുണ്ടായിരുന്നു, നമുക്ക് ഇതുപോലൊക്കെ കൂട്ടം കൂടി ഇരുന്ന് സംസാരിക്കാനോ ചിരിക്കാനോ നമ്മുടെ ഇഷ്ടപ്രകാരം ആഹ്ലാദിക്കാനോ അനുവാദമില്ലാത്ത ഒരു കാലം. പക്ഷേ അതിനൊക്കെ വിപരീതമായിട്ട് നിങ്ങൾ ഇന്നിരിക്കുന്നത് എല്ലാ സ്വാതന്ത്ര്യവുമുള്ള ഒരു ചുറ്റുപാടിലാണ്. പക്ഷേ ഒരു കാര്യം എന്റെ കൊച്ചു കൂട്ടുകാർ ഓർക്കേണ്ടത്, നമ്മളുടെ സംസാരത്തിനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലാകാൻ പാടില്ല.
സ്കൂൾ SMC ചെയർമാൻ സിനുനാഥിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിനി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിശിഷ്ട രാജ്യസേവനത്തിന് ശേഷം ജന്മനാട്ടിലെത്തിയ സോമശേഖരൻ പിള്ള, ധർമ്മജൻ, ശ്രീജിത്ത് എന്നിവരെ ആദരിച്ചു. പ്രഥമ അധ്യാപിക രാജശ്രീ സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ നിയാസ് കെ, ശോഭ, രാജീവ് വിജയൻ, ആമിന, ശോഭന, ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ പ്രതിനിധി ക്യാപ്റ്റൻ സുനിൽകുമാർ, രാജീവ്, വിജേഷ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. തുടർന്ന് നങ്ങ്യാറുകുളങ്ങരയിലെ വാർ മെമ്മോറിയലിൽ ദേശീയ പതാക ഉയർത്തി. ടീം ഹരിപ്പാടും ഗാർഡിയൻസ് ഓഫ് ദ നേഷനും സംയുക്തമായി നങ്ങ്യാറുകുളങ്ങരയിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി ഓരോ ദേശസ്നേഹികളുടെ ഉള്ളിലും ദേശസ്നേഹ ചിന്ത ഉണർത്തുന്നതായിരുന്നു. CDNet ന്യൂസ്, ഹരിപ്പാട്. അബ്ദുൽ നാസർ മദനിയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് PDP കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച അർദ്ധരാത്രി 12 മണിക്ക് പൗരസ്വാതന്ത്ര്യ പ്രതിജ്ഞ നടത്തി. സെക്രട്ടേറിയറ്റ് മെമ്പർ ഷംസുദ്ദീൻ പൂക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. അബ്ദുൽ നാസർ മദനിയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് PDP കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച അർദ്ധരാത്രി 12-ന് പൗരസ്വാതന്ത്ര്യ പ്രതിജ്ഞ എടുക്കൽ നടത്തി. സ്വാതന്ത്ര്യം കിട്ടിയേ തീരൂ, മദനിയും ഭാരതീയനാണ് എന്ന മുദ്രാവാക്യമുയർത്തി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും നടന്ന പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു കായംകുളത്തും പരിപാടി സംഘടിപ്പിച്ചത്. PDP സെക്രട്ടേറിയറ്റ് മെമ്പർ ഷംസുദ്ദീൻ പൂക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് മൻസൂർ കായംകുളം അധ്യക്ഷത വഹിച്ചു. വിമൻസ് വിഭാഗം സംസ്ഥാന ഉപാധ്യക്ഷ ഷീന ഷാജഹാൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നേതാക്കളായ MM ഹാഷിം, KK നിസാം, YM റഫീഖ്, H സലീം, T ഷിജാർ, സിയാദ് രണ്ടാംകുറ്റി, YSR ഷാഹുൽ, YM ഷെരീഫ്, കുഞ്ഞുമോൾ സലീം, SM താഹ, സക്കീർ ഹുസൈൻ, TM ഷിഹാബ്, KS സക്കീർ, Y ഷിബു, P നൌഷാദ്, UK ഷാബു, Y ഷാജഹാൻ, അബ്ദുൽ വാഹിദ്, രാജേന്ദ്രൻ, ഷാജി ആലിപ്പുരയിടം തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുകയും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പൗരനായതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. CDNet ന്യൂസ്, കായംകുളം. ജില്ലാ പഞ്ചായത്ത് ഭരണിക്കാവ് ഡിവിഷൻ അംഗം നികേഷ് തമ്പി ഏർപ്പെടുത്തിയ സർഗപ്രഭ 2022 അവാർഡുകളുടെ വിതരണവും പ്രതിഭകളെ ആദരിക്കലും നടന്നു. സജി ചെറിയാൻ MLA ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കലും നടത്തി. അഡ്വക്കേറ്റ് U പ്രതിഭ MLA അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഭരണിക്കാവ് ഡിവിഷൻ അംഗം നികേഷ് തമ്പി ഏർപ്പെടുത്തിയ സർഗപ്രഭ 2022 വിദ്യാഭ്യാസ അവാർഡ് ദാനവും പ്രതിഭകളെ ആദരിക്കലും നടത്തി. ഭരണിക്കാവ് ഡിവിഷനിൽ നിന്നും SSLC +2 CBSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ബിരുദാനന്തര പരീക്ഷകളിലെ റാങ്ക് ജേതാക്കളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഉന്നത വ്യക്തിത്വങ്ങളെയുമാണ് ആദരിച്ചത്. കറ്റാനം വലിയപള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സജി ചെറിയാൻ MLA ഉദ്ഘാടനം ചെയ്തു. മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രിയപ്പെട്ട പ്രതിഭയെ പ്രത്യേകമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അഭിനന്ദിച്ചു. ഇനിയുമുള്ള ചടങ്ങുകൾ രാമായണ മാസത്തിൻ്റെ ഒരു പരിപാടി ഇതിനിടയിലുണ്ട്. അത് മാന്നാപ്പുഴമ്പലത്തിൽ രാമായണത്തെക്കുറിച്ച് പ്രസംഗിക്കേണ്ടി വരുമ്പോൾ അങ്ങോട്ട് പോകുന്നതായിട്ടുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഭരണഘടനയെക്കുറിച്ച് പ്രസംഗിക്കുന്നത് മനസ്സിലായിട്ടുണ്ട്. ഇന്ന് ആ വിഷയമൊന്നും പറയാൻ സമയമില്ല. അപ്പോൾ പ്രതിഭയിൽ മിടുക്കനായ അരുൺകുമാർ, നമ്മുടെ മാവേലിക്കയുടെ പ്രതിഭ, രണ്ടുപേരും ചേർന്ന് ബാക്കി പുരസ്കാരങ്ങൾ നൽകും. പ്രതിഭകളെ ആദരിക്കലും നടത്തി. അഡ്വക്കേറ്റ് U പ്രതിഭ MLA അധ്യക്ഷത വഹിച്ചു. ദീർഘമായി സംസാരിക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ ചുരുക്കാം. 1-2 കാര്യങ്ങൾ പറഞ്ഞ് നിർത്താം. നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. മറ്റ് പണം കൊടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്ക് കുഞ്ഞുങ്ങൾ നമ്മുടെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും ഒക്കെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. കണക്ക് പരിശോധിക്കുമ്പോൾ ഏകദേശം 6.25 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾ 2021 നമ്മൾ പരിശോധിച്ചപ്പോൾ 6.25-7 ലക്ഷത്തിനടുത്ത് കുട്ടികൾ പണം കൊടുത്ത് പഠിച്ചിരുന്നവർ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക്, സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്ക് വന്ന ഒരു കണക്ക് കേരളത്തിലുണ്ട്. നീതി ആയോഗിൻ്റെ പട്ടികയിൽ കേരളം വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച സംസ്ഥാനമായി തലയുയർത്തി നിൽക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ് മുറികൾ ഹൈടെക് ആക്കാൻ നമുക്ക് കഴിയും. കോവിഡ് വരുമെന്നോർത്തല്ല ഹൈടെക് ആക്കിയത്, പക്ഷേ കോവിഡ് വന്നപ്പോൾ ആ ഹൈടെക്
ആക്കിയത് നമ്മളെ ഒത്തിരി സഹായിച്ചു എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി സ്വാഗതം പറഞ്ഞു. MS അരുൺകുമാർ MLA എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരെ ആദരിച്ചു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രജനി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ K ദീപ, G വേണു, അഡ്വക്കേറ്റ് KR അനിൽകുമാർ, BG പ്രസാദ്, ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനു ഖാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ AM ഹാഷിർ, സുരേഷ് തോമസ് നൈനാൻ, അഡ്വക്കേറ്റ് K വിജയൻ, ശാന്തി സുഭാഷ്, M ശ്യാമളാദേവി എന്നിവർ സംസാരിച്ചു. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് P മാത്യു നന്ദി രേഖപ്പെടുത്തി. CDN ന്യൂസ് കറ്റാനം. പോലീസ് സേനയിലെ വിശിഷ്ട സേവനത്തിലുള്ള അവാർഡ് ലഭിച്ച കായംകുളം സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷാഫിയെ BJPയുടെ നേതൃത്വത്തിൽ മെമന്റോ നൽകുകയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. അർഹമായ കൈകളിൽ തന്നെയാണ് വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളതെന്നും മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് പറഞ്ഞു. പോലീസ് സേനയിൽ വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അവാർഡ് ലഭിച്ച കായംകുളം സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷാഫിയെ BJPയുടെ നേതൃത്വത്തിൽ മൊമന്റോ നൽകിയും പൊന്നാടയണിയിച്ചും ആദരിച്ചു. അർഹമായ കൈകളിൽ തന്നെയാണ് വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് എത്തിയിരിക്കുന്നതെന്ന് ചടങ്ങിൽ കായംകുളം BJP മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ് പറഞ്ഞു. കായംകുളത്തിന്റെ ISHOയ ശ്രീ മുഹമ്മദ് ഷാഫി സാറിന് സേനയിലെ വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ ലഭിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കായംകുളത്തെ പൊതുപ്രവർത്തകരുടെ ഇടയിലും സാധാരണപ്പെട്ട ആൾക്കാരുടെ ഇടയിലും ഏറ്റവും സ്വീകാര്യനായ ഒരു ISHOയാണ് ശ്രീ ഷാഫി സാർ. ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റിസ്റ്റുകൾക്ക് എപ്പോഴും ഒരു ഭയപ്പാടോടുകൂടി നോക്കുന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ശ്രീ ഷാഫി സാർ. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് വിഭിന്നമായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും ഒരു സമഭാവനയോടുകൂടിയുള്ള സമീപനമാണ് അദ്ദേഹം ഏത് കാര്യത്തിനും എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തെ കായംകുളം നിവാസികൾക്ക് മുൻപും അദ്ദേഹം ഇവിടെ ഇരുന്ന സമയത്തും അദ്ദേഹത്തെ സുപരിചിതനാണ്. അതിനുശേഷം സർക്കിൾ ഇൻസ്പെക്ടറായി കായംകുളത്ത് ഇരിക്കുന്ന സമയത്തും സാധാരണ പൊതുപ്രവർത്തകർക്ക് മാത്രമല്ല, ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ പോലും ഏറ്റവും സ്വീകാര്യതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത് കായംകുളത്തെ മുഴുവൻ പൊതുപ്രവർത്തകർക്കിടയിലും സാധാരണക്കാർക്കിടയിലും അഭിമാനപരമായ ഒരു സംഗതി തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ്. ജനറൽ സെക്രട്ടറി ജയപ്രകാശ് ഭക്ത്, PK സജി, രാജേഷ് കമ്മത്ത്, വാർഡ് കൗൺസിലർ രാജശ്രീ കമ്മത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വാർഡിലെ ആദരവായി രാജശ്രീ കമ്മത്ത് CAയെ പൊന്നാടയണിച്ച് ആദരിച്ചു. CDN ന്യൂസ് കായംകുളം. SNDP യോഗം കായംകുളം ടൗൺ 374 നമ്പർ ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും അനുമോദിക്കൽ ചടങ്ങും നടത്തി. SNDP കായംകുളം യൂണിയൻ സെക്രട്ടറി P പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം ടൗൺ 374 നമ്പർ SNDP ശാഖായോഗത്തിൽ നിന്നും ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികളെയും ബിടെക് പരീക്ഷയിൽ 90% മാർക്ക് വാങ്ങി വിജയിക്കുകയും IELTS പരീക്ഷയിൽ C1 റാങ്ക് നേടുകയും ചെയ്ത സൗരവ് R സതീഷ് അറക്കൽ, ദേശീയ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ വെങ്കല മെഡലും മിസ്റ്റർ കേരള മത്സരത്തിൽ ഗോൾഡ് മെഡലും നേടിയ അഭിരാം രാജേഷ് പനക്കൽ എന്നിവരെയും ആദരിച്ചു. ഇവർക്ക് മെഡലും നൽകി. പരിപാടി കായംകുളം SNDP യൂണിയൻ സെക്രട്ടറി P പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു. അവാർഡ് ദാനവും അദ്ദേഹം നിർവഹിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ശാഖായോഗത്തിലാണ് ഈ കുട്ടികൾക്ക് അവരുടെ മുന്നോട്ടുള്ള പഠനത്തിന് ഊർജം നൽകുന്ന തരത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിലുള്ള മൊമെന്റോ ഒപ്പം തന്നെ നിങ്ങളെ അനുമോദിക്കുകയും ചെയ്തൊരു ചടങ്ങ് സംഘടിപ്പിക്കുക. വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവൻ മഹാസമാധിയായിട്ട് എത്ര വർഷം കഴിഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അതിനെത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം എന്ന ആ സന്ദേശം പൊതു സമൂഹത്തിനായി പ്രപാദനം നൽകി. പക്ഷേ ഇപ്പോഴും വിദ്യാഭ്യാസം ചെയ്യണം, വിദ്യാഭ്യാസത്തിന് അതിൻ്റെ കുറവുകൾ നികത്തി രക്ഷകർത്താക്കൾ കുട്ടികളെ നിർബന്ധമായി സ്കൂളിൽ വിടുന്ന ഒരു സാഹചര്യം ഈ അടുത്ത കാലത്താണ്. അതിനു മുമ്പ് 10ാം ക്ലാസ് വരെ കട്ടിച്ചു പോയി ആൺകുട്ടികളാണെങ്കിൽ അടുത്ത വർക്ക്ഷോപ്പിൽ എവിടെങ്കിലും പോയി അവരുടെ തൊഴിലുമായി മുന്നോട്ട് പോകും. കുട്ടികളെ ഒരു മാക്സിമം 12ാം ക്ലാസ് വരെ പഠിപ്പിക്കും, അതിനുശേഷം വിവാഹം കഴിച്ചു. അപ്പം അതുകൊണ്ട് നമുക്ക് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ വിദ്യാഭ്യാസപരമായി ഉയർച്ച ഉണ്ടാവും. ഇത് അന്ന് ശ്രീനാരായണ ഗുരുദേവൻ കണ്ടു പറഞ്ഞ പദ്ധതി. ശാഖായോഗം പ്രസിഡന്റ് S സുഭാഷ് കാബിനേത്ത്
അധ്യക്ഷത വഹിച്ചു. ശാഖായോഗം സെക്രട്ടറി ബിജു ഉത്തമൻ കൈതക്കാട് സ്വാഗതം പറഞ്ഞു. കോലത്ത് ബാബു, പനക്കൽ ദേവരാജൻ, വിഷ്ണു പ്രസാദ്, ഭാസുര മോഹനൻ, പനക്കൽ ശ്രീകുമാർ, എസ് അഷ്ടമൻ, ജി രാജൻ, എം ബി ശശിധരൻ, കെ മോഹനൻ വളൈക്കകത്ത്, കെ എസ് മോഹനൻ, വി സുനിൽ, എസ് സുധീഷ്, കെ പൊന്നൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡി ശിവപ്രസാദ് പനക്കൽ കിഴക്കതിൽ കൃതജ്ഞത പറഞ്ഞു. SLC +2 പരീക്ഷകളിൽ ഉന്നത മാർക്ക് വാങ്ങി വിജയിച്ച് ഫുൾ എ+ഓടുകൂടി വിജയിച്ച കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ ബിടെക് പരീക്ഷയിൽ 90% മാർക്ക് മേടിച്ച് SNDP ശാഖായോഗം ഭാരവാഹി, കയർ സംഘം പ്രസിഡന്റ്, കോൺഗ്രസ് പ്രാദേശിക നേതാവ്, ക്ഷേത്ര ഭരണ സമിതികളുടെ ഭാരവാഹി, അസോസിയേഷൻ രക്ഷാധികാരി എന്നീ നിലകളിൽ പ്രവർത്തിച്ച സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും കൂടിയായിരുന്ന പനക്കൽ രാജുവിന്റെ 3ാമത്തെ ചരമവാർഷിക ദിനം ആചരിച്ചു. SNDP യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SNDP ശാഖായോഗം പ്രസിഡന്റ്, സെക്രട്ടറി, കായംകുളം 406 നമ്പർ കയർ സംഘം പ്രസിഡന്റ്, നോർത്ത് മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, വാർഡ് പ്രസിഡന്റ്, ബൂത്ത് പ്രസിഡന്റ്, കായംകുളം അറക്കൽ ക്ഷേത്ര സമിതി പ്രസിഡന്റ്, കൊട്ടക്കാട് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ്, ശ്രീനാരായണ ദർശനവേദി പ്രസിഡന്റ്, കോളേജ് വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ രക്ഷാധികാരി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും കൂടിയായിരുന്ന പനക്കൽ രാജുവിന്റെ 3ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. ഇതോടൊപ്പം കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 39ാം വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവാർഡ് ദാനവും നിർവഹിച്ചു. കോളേജ് വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാനവാസ് പറമ്പിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം കായംകുളം SNDP യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുക എന്നത് മറ്റ് സംഘടനയിൽ പ്രവർത്തിക്കുന്നത് പോലെയല്ല. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി എല്ലാ ജനങ്ങളെയും ഒന്നായി കാണണം എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ഏകമത സങ്കല്പം അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറിയ കാലം അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു മഹത് വ്യക്തിയാണ്. നമ്മൾ അങ്ങനെ പൊതുസമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരെയാണല്ലോ നമ്മൾ സ്മരിക്കാറുള്ളത്. നിരവധി ആൾക്കാർ ജന്മമെടുക്കുകയും നമ്മുടെ കൺമുന്നിൽ നിന്ന് അവരെ ഇല്ലാതാകുകയും ചെയ്തു. എല്ലാവരെയും ഇങ്ങനെ നമ്മൾ ഇത്തരത്തിൽ അവരുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ എല്ലാ വർഷവും ഇങ്ങനെ ഒത്തുകൂടാറില്ല. അത് ആ ജനങ്ങൾ 3 തരത്തിലാണ് ഉള്ളത്. ഒന്ന്, ആ ജന്മം കൊണ്ട് നാട്ടിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകും, അവരുടെ ജീവിതം കൊണ്ടൊരു പ്രയോജനമുണ്ടാകും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. ചിലർ ഒരുപാട് സമ്പത്തൊക്കെ സമാഹരിച്ച് ഇഷ്ടം പോലെ പൈസയുമായി എല്ലാ സുഖസൗകര്യങ്ങളുമായി ജീവിക്കും. അവര് സത്യത്തിൽ ജീവിച്ചങ്ങ് മരിക്കുക. മറ്റൊരു ഭാഗം മരിച്ച് ജീവിക്കും. 39ാം വാർഡ് കൗൺസിലർ ഷീബ ഷാനവാസ് അവാർഡ് ദാനം നിർവഹിച്ചു. സുഭാഷ് കാവിനേത്ത്, വിഷ്ണു പ്രസാദ്, ആർ ഭദ്രൻ, അബ്ദുൾ ജലീൽ, നസീമ ഷംസുദ്ദീൻ, ആർ വിനോദ്, ശിവൻപിള്ള തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. പനക്കൽ ദേവരാജൻ, രതീഷ് രാജു നന്ദി രേഖപ്പെടുത്തി. കായംകുളം. കീരിക്കാട് തെക്ക് മുഴങ്ങോടിക്കാവ് യുവഭാരത് സോഷ്യൽ സർവീസ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുളിമുക്ക് സിയോൺ ലബോറട്ടറിയുടെ സഹകരണത്തോടെ ജീവിതശൈലി രോഗനിർണയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മെഡിക്കൽ ക്യാമ്പ് യുവഭാരത് രക്ഷാധികാരി N ശശിധരൻ ദ്വാരക ഉദ്ഘാടനം ചെയ്തു. കീരിക്കാട് തെക്ക് മുഴങ്ങോടിക്കാവ് യുവഭാരത് സോഷ്യൽ സർവീസ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുളിമുക്ക് സിയോൺ ലബോറട്ടറിയുടെ സഹകരണത്തോടെ ജീവിതശൈലി രോഗനിർണയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പ് യുവഭാരത് രക്ഷാധികാരി N ശശിധരൻ ദ്വാരക ഉദ്ഘാടനം ചെയ്തു. ഈ ക്ലബ്ബ് ഇവിടെ രൂപമെടുത്ത കാലഘട്ടം മുതൽ നമ്മുടെ ഈ നാടിന് ഉപയോഗപ്രദമായ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നത്. SSLC +2 വിജയികൾക്കുള്ള അവാർഡ് വിതരണ ചടങ്ങും നടന്നു. ഉപദേശക സമിതി അംഗം രവീന്ദ്രക്കുറുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് മണിലാലിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടറി സുമേഷ് PS സ്വാഗതം പറഞ്ഞു. നമ്മുടെ ഈ സംഘടന ആരംഭിച്ചതിന് ശേഷം കഴിഞ്ഞ ഒരു വർഷം ഒഴികെ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ വർഷം ഒഴികെ നമ്മളെ എല്ലാ വർഷവും ഇങ്ങനെ ഒരു അവാർഡ് ദാനം സംഘടിപ്പിച്ചു എല്ലാ വർഷവും ഇങ്ങനെ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഈ കുട്ടികളുടെ വിജയം നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർക്കും നിങ്ങളുടെ പരിസരത്ത് ഉള്ള ആളുകൾക്കും ഒരു വലിയ പ്രചോദനമായി തീരുക എന്നുള്ളതാണ് ഇതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്.
നമ്മുടെ ഈ പരിശ്രമം, നമ്മുടെ ഈ നേട്ടം, അതിനെ ആരെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർന്ന പടികളിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. അവാർഡ് വിതരണം ഉപദേശക സമിതി അംഗങ്ങളായ അജയൻ നമ്പൂതിരിയും വിമൽ കുമാറും ചേർന്ന് നിർവഹിച്ചു. സ്റ്റീഫൻ പീറ്റർ, രഞ്ജിത്ത് VM, ബിനു KB എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ജോയിന്റ് സെക്രട്ടറി അജിത് കുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി. അംഗങ്ങളായ പ്രകാശ്, ജോസ്, ദിലീപ്, ബിജോയ് എന്നിവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം. കായംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് പൂക്കുഞ്ഞു കോട്ടപ്പുറം അധ്യക്ഷത വഹിച്ചു. അയൽ രാജ്യങ്ങളിൽ ശത്രുവായിട്ട് കൂട്ടാം, പക്ഷെ നമുക്ക് അതൊക്കെ നേടാൻ കഴിയുന്ന അപാരമായ ശക്തിയുള്ള രാജ്യമാണ്, തെങ്ങുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ, നമ്മുടെ ഭാരതം, മഹത്തായ ഭാരതം. നമുക്കിപ്പം അതിനെയൊക്കെ വരുന്ന മയക്കുമരുന്നിൻ്റെ ഒരു വലിയ ലോബിയാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ഏറ്റവും അധികം വെല്ലുവിളി നമുക്ക് നൽകുന്നത് ഈ ലഹരിയാണ്. കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് ഇങ്ങനെ വിറ്റഴിക്കുന്നത്. എക്സൈസ് വകുപ്പും പോലീസും ശക്തമാണ്, പക്ഷെ പിടിക്കുമ്പോൾ ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടിരിക്കാൻ കഴിയുന്നത്. ഒരു പറ്റം ഇതിൻ്റെ ചില ഏജൻസികൾ, ചില വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ചില യുവാക്കൾ ഈ തരത്തിലുള്ള കുറേ പേരെയാണ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പിടിക്കുന്നത്. ഇതിൻ്റെ ഉറവിടം കണ്ടുപിടിക്കാൻ ഇന്ന് വരെ നമ്മുടെ വേണ്ടപ്പെട്ട അന്വേഷണ ഏജൻസിക്ക് കഴിയുന്നില്ല എന്നാണ് യഥാർത്ഥം. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇരിക്കുന്ന വോളണ്ടിയേഴ്സ്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു രേഖപ്പെടുത്തലാണ് ഈ NSS നാഷണൽ സ്കീമിന്റെ വോളണ്ടിയേഴ്സ്. NSS സന്ദേശം KV വസന്തരാജൻ നൽകി. നഗരസഭാ വൈസ് ചെയർമാൻ J. ആദർശ് മുഖ്യപ്രഭാഷണം നടത്തി. കാരണം പഠിക്കുന്നതിനോടൊപ്പം തന്നെ, കാരണം നിങ്ങൾ ഈ 7 ദിവസത്തെ ഈ ക്യാമ്പിൽ നിങ്ങൾ ഒട്ടനവധി പ്രോഗ്രാമുകളാണ് ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് അതായത് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം, നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം നമ്മൾ കൊണ്ടാടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പതാക നിർമ്മിക്കുന്നതുമായി അടക്കം ഉള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഇവിടെ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ നമ്മളൊരു സമൂഹ ജീവിയായി പ്രവർത്തിക്കുകയാണ്. കാരണം ഇതിനൊക്കെ നമുക്കറിയാം, ഇന്ന് നമ്മുടെ വീടുകൾ എന്ന് പറയുന്നതെല്ലാം ഒരു അണുകുടുംബങ്ങളാണ്. കാരണം അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ 2 മക്കൾ, അല്ലെങ്കിൽ ഒരു മകൻ, അല്ലെങ്കിൽ ഒരു മകൾ, ആ രീതിയിലേക്കാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ. പണ്ടെന്ന് പറയുന്ന ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ അപ്പൂപ്പൻ, അമ്മൂമ്മ, അല്ലെങ്കിൽ മറ്റേ കുഞ്ഞമ്മ, ചിറ്റപ്പൻ തുടങ്ങി അങ്ങനെ ആരെങ്കിലും ഒക്കെ എല്ലാവരുടെയും കൂടിയുള്ള ഒരു കൂട്ടായ്മയായിരിക്കും അന്നത്തെ കുടുംബം. നഗരസഭാ കൗൺസിലർ ഷീജ റഷീദ്, സുധീർ ഫസാന, ഇന്ദു, റംലത്ത്, സുജിത്, എഡ്വിൻ പെരേര എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ T. സിദ്ദിഖ് സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ശൈലേഷ് നന്ദിയും പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം. ബാലഗോകുലം കായംകുളം താലൂക്ക് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം നടത്തി. പരിപാടി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, നാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവ നേടിയ ഗീതു സുരേഷ് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം കായംകുളം താലൂക്ക് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. പരിപാടി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, നാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവ നേടിയ ഗീതു സുരേഷ് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം മേഖലാ സമിതി അംഗം വിപിൻ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സുജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. കായംകുളം താലൂക്ക് സഹഭഗിനി പ്രമുഖ് ദേവി അനുരാജ സ്വാഗതം പറഞ്ഞു. ബാലഗോകുലം ചെങ്ങന്നൂർ ജില്ലാ സഹകാര്യദർശി G. ഗോപകുമാർ സംസാരിച്ചു. CD ന്യൂസ്, കായംകുളം. കായംകുളത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഫോർ വിമനിൽ പുതിയ ബാച്ചിന്റെ അധ്യയന പ്രവർത്തന ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് AM ആരിഫ് MP ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം നാഷണൽ എഡ്യൂക്കേഷൻ ഫോർ വുമൻ എന്ന സ്ഥാപനത്തിലെ പുതിയ അക്കാദമിക് ബാച്ചിന്റെ അധ്യയന പ്രവർത്തന ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടനം അഡ്വക്കേറ്റ് AM ആരിഫ് MP നിർവഹിച്ചു. നമ്മൾ SSLC വരെ പഠിക്കും, അത് കഴിഞ്ഞ്
പിന്നെ ഹയർ സെക്കൻഡറി, അത് കഴിഞ്ഞ് ഡിഗ്രി കോഴ്സ്, അത് കഴിഞ്ഞ് ഏതെങ്കിലും ക്ലർക്കൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉള്ള പ്രൊഫഷണൽ കോഴ്സ് എന്നിങ്ങനെയാണ് നമ്മുടെ സംവിധാനങ്ങളുള്ളത്. ഇന്ന് ആധുനിക സംവിധാനങ്ങളാകെ നമ്മുടെ നിത്യജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങിയതോടുകൂടി പഴയ കോഴ്സുകളെല്ലാം ഇന്ന് മാറി. ബികോം തന്നെ നമ്മൾ എടുത്താൽ എല്ലാവരും പണ്ട് കോമേഴ്സ് എന്ന നിലയിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഒരു 100 ബികോം പലതരത്തിലുള്ള ടാക്സും അതുപോലെ കോമേഴ്സും മാത്രമല്ല, ബികോമിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ വേറെ ബികോം കമ്പ്യൂട്ടർ സയൻസ് വരെ ഇങ്ങനെ കോഴ്സുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മെഡിക്കൽ രംഗത്ത് നമ്മൾ സാധാരണഗതിയിൽ ഉള്ള സാധാരണ കോഴ്സുകൾക്കപ്പുറമായി പുതിയ തൊഴിലവസരങ്ങൾ കണക്കാക്കി നമ്മുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ആ ടെക്നോളജിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസം നമ്മൾ നേടേണ്ടതായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ലോകത്ത് തൊഴിലവസരങ്ങളുള്ള ഒരു മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള തൊഴിലവസരങ്ങൾ. നഴ്സിംഗ് തന്നെ ഏറ്റവും കൂടുതൽ ജർമ്മനി അതുപോലുള്ള രാജ്യങ്ങൾ, UK പല രാജ്യങ്ങളിൽ നമ്മളിൽ പഠിച്ചിട്ട് പോകുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഏറ്റവും അധികം തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത് നഴ്സിംഗ് സെക്ടറിലാണ്. പക്ഷേ അതിന് പറ്റിയ രൂപത്തിൽ ഉള്ള കോഴ്സുകൾ നമ്മൾ ചേരണം. BSc നഴ്സിംഗ് ഉണ്ട്, ജനറൽ നഴ്സിംഗ് ഉണ്ട്, ഇതുപോലെ നഴ്സിംഗ് തന്നെ പല സെക്ടറിലേക്ക് മാറുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിൻസിപ്പൽ നീതു ഹനീസ് സ്വാഗതം പറഞ്ഞു. KPCC സെക്രട്ടറിയും സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് ഇ സമീർ, കായംകുളം നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. പാലമുറ്റത്ത് വിജയകുമാർ, D അശ്വിനിദേവ്, AP ഷാജഹാൻ, AJ ഷാജഹാൻ, M നൌഫൽ, ബിജു നസറുള്ള, AP രാജീവ്, ഷാമില അനിമോൻ, R ഭദ്രൻ, അരിത ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇതിനുശേഷം കാർത്തികപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് S സീമ സെമിനാർ നയിച്ചു. ചടങ്ങുകൾക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഫാക്കൽറ്റി മഞ്ജു രാജേഷ് കൃതജ്ഞത പറഞ്ഞു. ന്യൂസ് കായംകുളം. കായംകുളം നാഷണൽ എഡ്യൂക്കേഷൻ ഫോർ വുമൻ എന്ന സ്ഥാപനത്തിലെ പുതിയ അക്കാദമിക് ബാച്ചിന്റെ അധ്യയന പ്രവർത്തന ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടനം അഡ്വക്കേറ്റ് A മാരിഫ് MP നിർവഹിച്ചു. നമ്മൾ SSLC വരെ പഠിക്കുന്നു, അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി, അത് കഴിഞ്ഞ് ഡിഗ്രി കോഴ്സ്, അത് കഴിഞ്ഞ് ഏതെങ്കിലും ക്ലർക്കൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉള്ള പ്രൊഫഷണൽ കോഴ്സ് എന്നിങ്ങനെയാണ് നമ്മുടെ സംവിധാനങ്ങളുള്ളത്. ഇന്ന് ആധുനിക സംവിധാനങ്ങളാകെ നമ്മുടെ നിത്യജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങിയതോടുകൂടി പഴയ കോഴ്സുകളെല്ലാം ഇന്ന് മാറി. ബികോം തന്നെ നമ്മൾ എടുത്താൽ എല്ലാവരും പണ്ട് കോമേഴ്സ് എന്ന നിലയിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഒരു 100 ബികോം പലതരത്തിലുള്ള ടാക്സും അതുപോലെ കോമേഴ്സും മാത്രമല്ല, ബികോമിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ വേറെ ബികോം കമ്പ്യൂട്ടർ സയൻസ് വരെ ഇങ്ങനെ കോഴ്സുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മെഡിക്കൽ രംഗത്ത് നമ്മൾ സാധാരണഗതിയിൽ ഉള്ള സാധാരണ കോഴ്സുകൾക്കപ്പുറമായി പുതിയ തൊഴിലവസരങ്ങൾ കണക്കാക്കി നമ്മുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ആ ടെക്നോളജിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസം നമ്മൾ നേടേണ്ടതായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ലോകത്ത് തൊഴിലവസരങ്ങളുള്ള ഒരു മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള തൊഴിലവസരങ്ങൾ. നഴ്സിംഗ് തന്നെ ഏറ്റവും കൂടുതൽ ജർമ്മനി അതുപോലുള്ള രാജ്യങ്ങൾ, UK പല രാജ്യങ്ങളിൽ നമ്മളിൽ പഠിച്ചിട്ട് പോകുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഏറ്റവും അധികം തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത് നഴ്സിംഗ് സെക്ടറിലാണ്. പക്ഷേ അതിന് പറ്റിയ രൂപത്തിൽ ഉള്ള കോഴ്സുകൾ നമ്മൾ ചേരണം. BSc നഴ്സിംഗ് ഉണ്ട്, ജനറൽ നഴ്സിംഗ് ഉണ്ട്, ഇതുപോലെ നഴ്സിംഗ് തന്നെ പല സെക്ടറിലേക്ക് മാറുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിൻസിപ്പൽ നീതു ഹനീസ് സ്വാഗതം പറഞ്ഞു. KPCC സെക്രട്ടറിയും സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗവുമായ
അഡ്വക്കേറ്റ് ഇ സമീർ, കായംകുളം നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. പാലമുറ്റത്ത് വിജയകുമാർ, D അശ്വിനിദേവ്, AP ഷാജഹാൻ, AJ ഷാജഹാൻ, M നൌഫൽ, ബിജു നസറുള്ള, AP രാജീവ്, ഷാമില അനിമോൻ, R ഭദ്രൻ, അരിത ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇതിനുശേഷം കാർത്തികപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് S സീമ സെമിനാർ നയിച്ചു. ചടങ്ങുകൾക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഫാക്കൽറ്റി മഞ്ജു രാജേഷ് കൃതജ്ഞത പറഞ്ഞു. ന്യൂസ് കായംകുളം. കായംകുളം പെരിങ്ങാല ശ്രീ കണ്ടകാളനട മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം 16-ന് സമാപിക്കും. യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ചടങ്ങ് നടന്നു. കായംകുളം പെരിങ്ങാല ശ്രീ കണ്ടകാളനട മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം 16-ന് സമാപിക്കും. യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ചടങ്ങ് നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ഗണപതി ഹോമം, സൂക്തജപം, വിഷ്ണു സഹസ്രനാമം, അന്നദാനം തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി നടന്നു. യജ്ഞാചാര്യൻ സുരേഷ് പ്രണവശ്ശേരിൽ, ക്ഷേത്രമേൽശാന്തി അനുജൻ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ന്യൂസ്. എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന രാമായണ മാസാചരണത്തിന്റെ ഭാഗമായുള്ള രാമായണ ദർശനം പ്രഭാഷണ പരമ്പരയിൽ സുന്ദരകാന്ഡം സുന്ദരകാന്ഡ മഹത്വം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടന്നു. H ചന്ദ്രസേനൻ നായരാണ് പ്രഭാഷണം നടത്തിയത്. എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന രാമായണ മാസാചരണത്തിന്റെ ഭാഗമായുള്ള രാമായണ ദർശനം പ്രഭാഷണ പരമ്പരയിൽ സുന്ദരകാന്ഡം സുന്ദരകാന്ഡ മഹത്വം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടന്നു. H ചന്ദ്രസേനൻ നായർ പ്രഭാഷണം നടത്തി. യുദ്ധകാന്ഡം രാമായണം നിത്യജീവിതത്തിൽ എന്ന വിഷയത്തിൽ പൂവണ്ണാൽ ബാബു പ്രഭാഷണം നടത്തും. രാമായണ പ്രശ്നോത്തരിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനവും നടക്കും. ന്യൂസ് കായംകുളം. KSRTC ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ ആക്രമിച്ച കേസിൽ 4 പ്രതികൾ അറസ്റ്റിൽ.
കായംകുളം രണ്ടാം കുറ്റിക്ക് വടക്ക് വശം വെച്ച് തകരാർ പരിഹരിക്കാനായി കായംകുളത്ത് നിന്നും മാവേലിക്കര വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയ KSRTC വേണാട് ബസ് കഴിഞ്ഞ ദിവസം രാത്രി 10:15ഓടെ ക്വാളിസ് വാഹനത്തിലെത്തി തടഞ്ഞു നിർത്തി ജീവനക്കാരനെ മർദ്ദിച്ച കേസിലാണ് കായംകുളം പെരിങ്ങാല ബിജു ഭവനം വീട്ടിൽ ബിജു, കൃഷ്ണപുരം ദേശത്തിനകം പന്തപ്ലാവിൽ പടിയിച്ചതിൽ ഷാബു, പുള്ളിക്കണക്ക് ശബരി ഭവനം വീട്ടിൽ ശരത് വിജയൻ, പാലമേൽ കളപ്പാട്ട് തെക്കതിൽ എബി എന്നിവർ കായംകുളം പോലീസിന്റെ പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ജില്ലാ ആഘോഷത്തിൽ മന്ത്രി പി പ്രസാദ് ദേശീയ പതാക ഉയർത്തി. ആസാദി കാ അമൃത് മഹോത്സവം സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും റാലി ഉൾപ്പെടെയുള്ള വിപുലമായ പരിപാടികൾ. സ്വാതന്ത്ര്യദിനം വ്യത്യസ്ത ആഘോഷങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികൾ. കായംകുളത്ത് KSRTC ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ ആക്രമിച്ച സംഭവം 4 പേർ പിടിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.